വെളിപ്പാട് പുസ്തകം 21 അധ്യായം 5 വാക്യം. കിട്ടിയവർ ആമേൻ പറഞ്ഞാട്ടെ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 5. നമുക്കൊരുമിച്ച് ശബ്ദമുയർത്തി ആ നല്ല വാക്യം ശക്തിയോടെ വായിക്കാം. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസ യോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഒരിക്കൽ കൂടെ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. കർത്താവ് സ്തോത്രം അരുളി ചെയ്യുകയാണ്, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ട് കർത്തൃമേശ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഷോർട്ട് മെസ്സേജ് ചെറിയ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്. സ്തോത്രം, എവരിത്തിങ് ന്യൂ, എല്ലാം പുതിയത്. ഈ വർഷത്തിൽ എല്ലാം പുതിയത്. Come on, respond. പ്രതികരിച്ച് ജീവിത ശൈലി, സ്വഭാവം, നാമുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ പഴയതല്ല, എല്ലാം പുതിയത്. ദൈവം പഴമക്കളുടെ ദൈവമല്ല, ദൈവം പുതുമകളുടെ ദൈവമാണ്. ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്ന ആവർത്തനത്തിൻ്റെ കർത്താവല്ല. എലോഹിം, സൃഷ്ടാവാം ദൈവം, ഇതുവരെ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ നമുക്കായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 43:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പല റെഫറൻസസ് ഈ ദൂതിൽ സ്തോത്രം പറയുമായിരിക്കും. എഴുതേണ്ടവർ വേഗത്തിൽ എഴുതിയാട്ടെ. തിരുവചനം പറയുന്നു, പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദൈവം പറയുന്നു, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. പഴയ കണ്ണുനീർ മറന്നുകളാ, പഴയ ശത്രുത മറന്നുകളാ, പഴയ പ്രശ്നങ്ങൾ മറന്നുകളാ. അത് ഒരിക്കലും ആവർത്തിക്കയില്ല. എത്ര വലിയ ഫറവോനെങ്കിലും അവൻ നിന്നെ പിന്തുടരുവാൻ ഒരു പരിധിയുണ്ട്. എത്ര വലിയ വെല്ലുവിളിയെങ്കിലും അവൻ നിന്നെ പിന്തുടരുവാൻ ദൈവം ഒരു അതിര് കൽപ്പിച്ചിട്ടുണ്ട്. അതിർത്തികൾ ഇല്ലാത്തവനായ ദൈവം നിന്നെ നോക്കി പറയുന്നു, പോരാട്ടത്തിന്, പ്രതിസന്ധിക്ക്, നിലവിളിക്ക്, രോഗങ്ങൾക്ക് എല്ലാം ഒരു അതിര് ഞാൻ വച്ചിരിക്കുന്നത് കൊണ്ട് പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, നിന്നെ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. മത്തായി 9:17 വായിക്കുമ്പോൾ, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വയ്പ്പാൻ കഴിയത്തില്ല, അത് പൊളഞ്ഞു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ വെക്കുന്നത്. ദൈവം നിന്റെ ലൈഫിൽ പുതിയൊന്ന് ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലനും പുതുമ താൻ പ്രതീക്ഷിക്കുകയാണ്. എത്ര പേർ പുതുമകൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു? കരങ്ങളെ ഉയർത്തിയാണ് സ്തോത്രം. പുതുമ പ്രതീക്ഷിച്ച അപ്പോസ്തലൻ പറയുന്നു, ഫിലിപ്പിയർ 3:13 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ലാഭമായ പലതും ഞാൻ ചവറെന്നും എഴുതിയിരിക്കുന്നു, അതേ എറിഞ്ഞിരിക്കുന്നു. 13 വാക്യത്തിൽ, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. അർത്ഥം, സ്തോത്രം, പിൻപിലുള്ളത് ഞാൻ മറക്കുകയാണ്. പിൻപിലുള്ളതായ ആ കയ്പിനെ, ആരോടുള്ള പകയെ, ആരോടുള്ള ദേഷ്യത്തെ, വൈരാഗ്യത്തെ, അൺഫോർഗീവ്നെസ്സിനെ, അതിനെ ഞാൻ വിടുന്നു. കാര്യം എന്ത്? എനിക്ക് പുതുമ എൻ്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ ദൈവം എനിക്കായി വാഗ്ദത്തം ചെയ്യുന്നു.
സ്തോത്രം, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. എല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് ഒരിക്കലും ചിന്തിക്കല്ല്. മിനിമം ചില കാര്യങ്ങൾ മാത്രം പറയട്ടെ. ഒന്നാമത്, ക്രിസ്തു യേശുവിൽ നീ രക്ഷിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പൈതലായി തീരുമ്പോൾ നീ പുതിയ സൃഷ്ടി എന്ന വേദപുസ്തകം പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലായാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. അടുത്തിരിക്കുന്ന ശ്രദ്ധിക്കാതിരിക്കുന്ന ആളിനെ തട്ടി പറഞ്ഞാട്ടെ, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. പറഞ്ഞാട്ടെ, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നല്ല ചൂടാണ്, സ്തോത്രം. പിന്നില് അത് ഒത്തിരി ക്രൗഡഡ് ആണ്, പക്ഷേ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പഴയ സൃഷ്ടിയല്ല, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഒരു വീട് പുതിയ സൃഷ്ടിയാകാൻ അതിൻ്റെ പെയിന്റ് അല്ല മാറ്റേണ്ടത്. ഒരു വീട് പുതിയ സൃഷ്ടിയാകാൻ അതിൻ്റെ ഓട് പഴയ ഓടിനെ മാത്രമല്ല മാറ്റേണ്ടത്. അത് പുതിയ സൃഷ്ടിയായാൽ അതിന് ആകുവാൻ അതിൻ്റെ അടിസ്ഥാനം വരെ ഇടിച്ച് പൊളിച്ച് പുതിയൊരു അടിസ്ഥാനമിട്ട് പുതിയൊരു സ്തോത്രം സ്ട്രക്ചറായി അതിനെ പണിതുയർത്തുന്നത് പോലെ വീടും നാടും തന്നത്, അപ്പനും അമ്മയും തന്ന തിന്മകൾ, സഹോദര വർഗം ബന്ധുക്കൾ തന്ന തിന്മകൾ മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കണ്ടാൽ തിരിച്ചറിവാൻ കഴിയാത്ത വിധത്തിൽ, കണ്ടാൽ തിരിച്ചറിവാൻ കഴിയാത്ത ക്രമത്തിൽ ദൈവം നിന്നെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഏത് പുസ്തകം പറയുന്നു? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ജയിക്കുന്നവൻ ഞാൻ പുതിയ നാമം നൽകുമെന്ന് കർത്താവ് പറഞ്ഞു. ജയിക്കുന്നവന് ഞാൻ, സ്തോത്രം, അതെ, പുതിയ നാമം നൽകും. കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കും. നീ ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ ഒരു പുതിയ പേര്, സ്തോത്രം, ദൈവം നിനക്ക് നൽകുന്നു. അതേ വേദപുസ്തകം പറയുന്നു, അങ്ങനെ സംഭവിക്കുകയുണ്ടായി. അബ്രാമിനെ നോക്കി ദൈവം പറഞ്ഞു, മേലാൽ നീ അബ്രാമല്ല. ഉൽപ്പത്തി 17:5, ഉൽപ്പത്തി 17:15, മേലാൽ നീ അബ്രാമല്ല, നീ അബ്രഹാമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, മേലാൽ നീ അബ്രാമല്ല, അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 35:10 വായിക്കുമ്പോൾ, മേലാൽ നീ ഇസ്രായേൽ അല്ല, മേലാൽ നീ യാക്കോബ് എന്നല്ല, മേലാൽ നീ യാക്കോബ് എന്നല്ല, മേലാൽ നീ ഇസ്രായേൽ എന്നാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറയട്ടെ, മേലാൽ നീ ബെനോനി എന്നല്ല, പകരം നീ ബെഞ്ചമിൻ ആണ്. എത്ര പേർ ആമേൻ പറഞ്ഞു? അബ്രഹാം അബ്രഹാമായി, സാറായി സാറായി, യാക്കോബ് ഇസ്രായേലായി, ബെനോനി ബെഞ്ചമിനായി. ഈ പകൽ നിങ്ങൾക്കുള്ള ദൂത് ഇതാണ്: അബ്രാമിനെ അബ്രഹാമാക്കിയവൻ, സാറായിയെ സാറായാക്കിയവൻ, യാക്കോബിനെ ഇസ്രായേലാക്കിയവൻ, ബെനോനിയെ ബെഞ്ചമിനാക്കിയവൻ, കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി 2025 ദൈവം നിന്നെ തീർക്കും. A new creature, ഒരു പുതിയ സൃഷ്ടി. ഒരു പുതിയ സൃഷ്ടിയായി പുറമേ കാണപ്പെടുന്ന കാര്യം മാത്രമല്ല, ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ ഒരു പുതിയ ഹൃദയവും ദൈവം നിങ്ങൾക്ക് നൽകുന്നു. ഒരു പുതിയ ഹൃദയവും നൽകുന്നു. എസെക്കിയേൽ പ്രവചനം 36:26 വായിക്കുമ്പോൾ, പുതിയ സൃഷ്ടിയായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയമുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ ഹൃദയമുണ്ട്? പുതിയ ഹൃദയമുണ്ട്. 3 പേരെ തൊട്ട് പറഞ്ഞേ, പുതിയ ഹൃദയം. പെട്ടെന്ന് പറഞ്ഞേ, പുതിയ ഹൃദയം, പുതിയ ഹൃദയം, പുതിയ ഹൃദയം, പുതിയ ഹൃദയം. കർത്താവേ, സ്തോത്രം, ഒരു പുതിയ ഹൃദയം ഈ വർഷം നീ എനിക്ക് തരണമേ. ഒരു പുതിയ ഹൃദയം തരണമേ. ആരെപ്പോലെയുള്ള ഒരു ഹൃദയം? ഓ, സെയിം ആസ് ഗോഡ്. ദൈവത്തിൻ്റെ സമാനമായ ഹൃദയം, ദൈവത്തിന് സമാനമായ ഹൃദയം, പുതിയ ഹൃദയം. സ്തോത്രം. ഏതോ പെന്തിക്കോസ്ത് ഹൃദയമല്ല, CSI അല്ല, മാർത്തോമയല്ല, ഇവാഞ്ചലിക് അല്ല, കത്തോലിക്കനല്ല, ഓർത്തഡോക്സ് അല്ല, ഏതോ പാസ്റ്റർ അല്ല, ഏതോ പ്രവാചകനല്ല. അതൊക്കെ ആ ഹൃദയങ്ങൾക്കൊക്കെ കുഴപ്പമുള്ളപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഹൃദയമുണ്ട്, വിശാലതയുടെ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം, സ്തോത്രം, ദൈവത്തിൻ്റെ ഹൃദയമാണ്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ജോസിനെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. സ്തോത്രം. ഞങ്ങൾ ആൾമോസ്റ്റ് 35 വർഷമായി കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി സഞ്ചരിപ്പാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. ജോസ് നല്ലൊരു ഡ്രം പ്ലെയറാണ്. സ്തോത്രം. അതെ, കുളച്ചൽ കടലിൽ മുങ്ങിച്ചാകേണ്ടതായിരുന്നു. ഹല്ലേലൂയ.
സ്തോത്രം. കുളച്ചൽ. എൻ്റെ കുസൃതികൾ ഇങ്ങനെയുള്ള ചിലരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്തോത്രം. കുളച്ചൽ ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കടലിൽ നനയാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരു രസം തോന്നി. സ്തോത്രം. ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് തോന്നി. ബാക്കി പിന്നെ പറയാം. ഇപ്പോൾ പുതിയ ഹൃദയമാണല്ലോ വിഷയം. പോയിന്റ് നമ്പർ 2, പുതിയ ഹൃദയം. കർത്താവേ സ്തോത്രം. പുതിയ ഹൃദയം. മനുഷ്യൻ്റെ ഹൃദയത്തിന് കുഴപ്പങ്ങളുണ്ട്. നമ്മളെ കാര്യം പറഞ്ഞപ്പോൾ ഇതുവരെ സ്തോത്രം പറയാം. എന്തോ ഉള്ള കണ്ണെല്ലാം വലിച്ചു തുറന്ന് കേൾക്കട്ടെ. വചനം കേൾക്കാൻ ആർക്കും ദാഹമില്ല. കഥ കേൾക്കാൻ എന്തോ ഒരു ഉത്സാഹം. കഥ കേൾക്കാൻ ഉത്സാഹമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 3 പേരേ ഉള്ളൂ. സ്തോത്രം. തിരുവചനം പറയുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു. അതെ, പുതിയൊരു ഹൃദയം ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പഴയ ഹൃദയമല്ല. നിങ്ങൾ ചോദിക്കും, സ്തോത്രം, പഴയ ഹൃദയത്തിന് എന്താ കുഴപ്പം? അതെ, സ്തോത്രം, ഫറവോന്റെ ഹൃദയം കഠിന ഹൃദയമായിരുന്നു. കഠിന ഹൃദയമാണെങ്കിൽ എവിടെയോ നിങ്ങൾ അടിഞ്ഞു പോകും, അല്ലെങ്കിൽ തകർന്നു പോകും. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഫറവോൻ തകർക്കപ്പെട്ടത് തൻ്റെ ഹൃദയം കഠിനമായതുകൊണ്ടാണ്. എന്നാൽ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ നിങ്ങൾക്ക് ആവശ്യം ദൈവത്തിന് സമാനമായ ഒരു ഹൃദയം ഉണ്ടാകട്ടെ. ദാവീദിനെ നോക്കി ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ആരൊക്കെയോ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതെ, ഈ വർഷം ബർത്ത്ഡേ, ഈ ദിവസങ്ങൾ ആഘോഷിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബർത്ത്ഡേ പ്രസൻ്റായി ദൈവത്തോട് ചോദിച്ചേ, കർത്താവേ, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി ജീവിപ്പാൻ, ശുശ്രൂഷിപ്പാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കണം, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം, കരയേണ്ട നേരത്ത് കരയണം. അതേ, ബൈബിൾ വായിക്കേണ്ട നേരത്ത് ബൈബിൾ വായിക്കണം, ദൈവശബ്ദം കേൾക്കേണ്ട സമയത്ത് ദൈവശബ്ദം കേൾക്കണം. ഏതോ കഠിന ഹൃദയമല്ല, പകരം ദൈവകൃപയാൽ കർത്താവേ സ്തോത്രം, അതേ, അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ഒരു ഹൃദയം നീ എനിക്ക് തരണമേ. പഴയ ഹൃദയമാണെങ്കിൽ യിരെമ്യാ 17:1 പറയുന്നു, which is the sinful heart. അത് പാപം കൊണ്ട് നിറയപ്പെട്ടതായ ഹൃദയം, പാപഭംഗിലമായ ഹൃദയം. അതുകൊണ്ടാണ് യിരെമ്യാ 17:1 പറയുന്നത്, സ്തോത്രം, അതേ, ഹൃദയത്തിൻ്റെ പലകകളിൽ ബലിപീഠത്തിൻ്റെ കൊമ്പുകളും കൊത്തിയിരിക്കുന്നു. കാര്യം എന്തെന്നറിയോ? പാപം, സ്തോത്രം, ഹൃദയത്തിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. പാപഭംഗിലമായ ഹൃദയം. അതുകൊണ്ടാണ് യിരെമ്യാ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടമുള്ളത്, ഹൃദയം എല്ലാറ്റിനേക്കാൾ വിഷമുള്ളത്. വിഷമുള്ള ഹൃദയമായി, പാപം എഴുതപ്പെട്ട ഹൃദയമായി ആയിരിക്കുമ്പോൾ ദൈവത്തിന് പാപം താങ്ങാൻ കഴിയത്തില്ല. ദൈവം പാപം സഹിക്കത്തില്ല. ഒരിക്കൽ കൂടെ ആരും മിണ്ടുന്നില്ല. ദൈവത്തിന് പാപം സഹിപ്പാൻ കഴിയത്തില്ല. പാപത്തെ ദൈവം വെള്ളപൂശി ബലഹീനത എന്ന് പറയത്തില്ല. ദൈവം പാപത്തെ പാപം എന്ന് തന്നെ പറയും. അതുകൊണ്ട് പാപഭംഗിലമായ ഹൃദയത്തിൽ നിന്ന് എന്നെ അവിടെ നിന്ന് വിടുവിച്ച് വിശുദ്ധിയുള്ള ഒരു ഹൃദയം അവിടെ നിന്ന് എനിക്ക് നൽകണമേ. എങ്ങനെയാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്? ഏതോ ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് അതേ നിന്റെ പാപത്തെ കഴുകുന്നില്ല. നിന്റെ ദശാംശം സ്തോത്ര കാഴ്ച നിന്റെ പാപത്തെ കഴുകുന്നില്ല. പകരം 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓ, വാട്ട് ക്യാൻ മേക്ക് മൈ സിൻ? നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്. എൻ്റെ പാപം കഴുകുവാൻ യേശുവിൻ രക്തം മാത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗതശമന മുതൽ ഗോൽഗോത്ത വരെ ചൊരിഞ്ഞതായ യേശു കർത്താവിന്റെ പുണ്യാഹ രക്തം നിന്നെ കഴുകുമ്പോൾ ഇതുവരെ പാപം ചെയ്തിട്ടേ ഇല്ല എന്ന ക്രമത്തിൽ നിന്നെ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപത്തെ നാം മറയ്ക്കുന്നെങ്കിൽ നമുക്ക് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കരുണ ലഭിക്കുന്നു. തിരുവചനം പറയുന്നു, ദൈവത്തിന് മുൻപിൽ നമ്മുടെ പാപത്തെ നാം ഏറ്റുപറയുമ്പോൾ ആഴക്കടലിൽ കർത്താവ് ഇട്ടുകളയുന്നു. ഒരിക്കലും പൊങ്ങി വരുവാൻ കഴിയാത്ത ക്രമത്തിൽ ദൈവം ആഴക്കടലിൽ ആ പാപത്തെ ഇട്ടുകളയുന്നു. എല്ലാ പാപത്തിൻ്റെ വേരുകളും പാപത്തിൻ്റെ സ്വഭാവങ്ങളും പാപത്തിൻ്റെ ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ. ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ കഴുകപ്പെടുമാറാകട്ടെ.
ഹല്ലേലൂയ. രണ്ടാമത് വേറൊരു ഹൃദയത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, cursed heart, ശപിക്കപ്പെട്ടതായ ഹൃദയം. യിരെമ്യാ പ്രവചനം 17:5 വായിക്കുമ്പോൾ ശപിക്കപ്പെട്ടതായ ഹൃദയം. യിരെമ്യാ പ്രവചനം 17:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കിയേ, മനുഷ്യനിൽ ആശ്രയിച്ച്, എല്ലാവരും വായിക്കുക, സ്ക്രീനിൽ നോക്കി ശബ്ദം ഉയർത്തി എല്ലാവരും വായിച്ചാട്ടെ. റെഡി? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഓ, ചർച്ച വിട്ടുമാറുന്നില്ല. ചർച്ചിൽ രാവിലെ വന്നിട്ടുണ്ട്, കത്രിമേശ ആയതുകൊണ്ട്, ഒന്നാമത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് ചർച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ ഫിസിക്കൽ പ്രസൻസ് അല്ല ദൈവം നോക്കുന്നത്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. അതെ, ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയുണ്ട്? ഹൃദയം വിട്ടുമാറിയിട്ടുണ്ടോ? ചിലർ ഹൃദയം വിട്ടുമാറിയാൽ അവർ ചെയ്യുന്നത് മനുഷ്യരിലായിരിക്കും അവർ പിന്നെ ആശ്രയിക്കുന്നത്. ജഡത്തെ ആയിരിക്കും സ്തോത്രം തൻ്റെ ഭുജമാക്കുന്നത്. മനുഷ്യരിൽ ആശ്രയിച്ച് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആരും എന്നെ ഉപദേശിക്കേണ്ട, എൻ്റെ വീടാണ്, എൻ്റെ പൈസയാണ്, എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് സ്തോത്രം ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നവൻ. ഏത് പുസ്തകം പറയുന്നു? അങ്ങനെയാണെങ്കിൽ ശാപത്തിലാണ് നീ വസിക്കുന്നത്. എന്നാൽ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ വസിപ്പാൻ എൻ്റെ ഭുജത്തിലല്ല ഞാൻ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഭുജത്തിൽ, ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ആശ്രയിക്കേണ്ടത്. മനുഷ്യരല്ല ആശ്രയിക്കേണ്ടത്, കർത്താവിലാണ് ആശ്രയിക്കേണ്ടത്. വേദപുസ്തകത്തിലെ മധ്യത്തിലെ വാക്യം എഴുതിയെടുക്ക്, കാണാതെ പഠിക്ക്, എല്ലാവരോടും പറഞ്ഞു കൊടുക്ക്. വേദപുസ്തകത്തിലെ മധ്യത്തിലെ വാക്യം 118 സങ്കീർത്തനം 8 വാക്യം. 118 സങ്കീർത്തനം 8 വാക്യം. അതാണ് വേദപുസ്തകത്തിലെ മധ്യത്തിലെ വാക്യം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വേദപുസ്തകത്തിന്റെ സെൻട്രൽ കിടക്കുന്ന വാക്യമാണ്, മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കേക്ക്, മനുഷ്യർ എത്ര വലിയവരാണെങ്കിലും, മനുഷ്യർ എത്ര ഉന്നതരാണെങ്കിലും അളന്നു തരും. മനുഷ്യർ എത്ര വലിയവരാണെങ്കിലും ഉന്നതരാണെങ്കിലും എണ്ണിത്തരും. മനുഷ്യർ എണ്ണിത്തരും, മനുഷ്യർ അളന്നു തരും. എൽ ഷഡായ്, എൽ എലിയോൻ, എലോഹീം അളക്കാതെ തരും. കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്ക്. ദൈവം അളക്കാതെ തരും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാണ്. സ്തോത്രം, ദൈവത്തിൽ ആശ്രയിച്ചാണ്. വേദപുസ്തകം പറയുന്നു, അതെ, കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് പുതിയ ഹൃദയമാണല്ലോ. ആ പുതിയ ഹൃദയത്തിനെതിരെ നിൽക്കുന്ന പാപപങ്കിലമായ ഹൃദയം, ശാപത്തിൻ്റെ ഹൃദയം. സ്തോത്രം. യിരെമ്യാ പ്രവചനം 17 അധ്യായം തന്നെ അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള ഹൃദയത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ആ ഹൃദയം പൊല്ലാത്ത ഹൃദയമല്ല, തിന്മയുടെ ഹൃദയമല്ല, അത് പാപത്തിൻ്റെ ഹൃദയമല്ല, ശാപത്തിൻ്റെ ഹൃദയമല്ല. പകരം സ്തോത്രം, റൈച്ചസ് ഹാർട്ട്, നീതിയുള്ള ഒരു നീതിമാന്റെ ഹൃദയം, ഒരു ദൈവപൈതന്റെ ഹൃദയം. നോക്കിയേ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 8 വാക്യം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വളർച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീതിയുള്ള ഹൃദയമുള്ളവനാണെങ്കിൽ നീ ഒരിക്കലും വാട്ടമില്ലാത്തവനായിരിക്കുമെന്ന്. വെള്ളത്തിനരികിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ, വെള്ളത്തിനരികിൽ നിൽക്കുന്നതായ ഒരു സസ്യത്തെ പോലെ വാട്ടവും കോട്ടവും ഇല്ലാത്തവനായി, എന്നും പച്ചിപ്പുള്ളവനായി കർത്താവിൻ്റെ സന്നിധിയിൽ നീ കാണപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നു. അതിന് സിമിലറായ ഒരു വാക്യം യെശയ്യാ പ്രവചനം 58:11 പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു വാക്യം. നിന്നെയോ നനഞ്ഞ തോട്ടം പോലെയും, നിന്നെയോ നനഞ്ഞ തോട്ടം പോലെയും വറ്റാത്ത നീരുറവ് പോലെയും ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം നീ എങ്ങനെയായിരിക്കും? നീ ഒരു നനഞ്ഞ തോട്ടമായിരിക്കും. ഓ കമാൻ, വറ്റാത്ത നീരുറവായിരിക്കുക. നീ ഒരു നനഞ്ഞ തോട്ടമായിരിക്കുക, വറ്റാത്ത നീരുറവായിരിക്കുക. നിന്റെ ആത്മീയത ഉണങ്ങിപ്പോകത്തില്ല. നിന്റെ വിശ്വാസത്തിൽ നീ ക്ഷീണിക്കത്തില്ല. പ്രാർത്ഥന വരണ്ടു പോകത്തില്ല. പ്രവചനത്തിൽ നീ ഉണങ്ങിപ്പോകത്തില്ല. പകരം നനഞ്ഞ തോട്ടം പോലെ, വറ്റാത്ത നീരുറവ് പോലെ. ഓ ഗ്ലോറി, നനഞ്ഞ തോട്ടം പോലെ, വറ്റാത്ത നീരുറവ് പോലെ എപ്പോൾ നീ പച്ച പിടിച്ചിരിക്കും, പുഷ്ടി പ്രാപിച്ചിരിക്കും, തക്ക കാലത്ത് ഫലം കൊടുത്തിരിക്കും.
വരമായിരിക്കും, അനേകർക്ക് നീ ഒരു തണൽ വൃക്ഷമായിരിക്കും. അതിനുവേണ്ടി നിന്റെ ഹൃദയം സ്തോത്രമാതേ ഒരു പുതിയ ഹൃദയം ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ദൈവത്തിന്റെ വചനം ഇതാണ്. 2025 നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ കർത്താവിതാ സകലതും പുതുതാക്കുന്നു. നമ്പർ 1 പുതിയ സൃഷ്ടി, 2 പുതിയ ഹൃദയം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, പുതിയ സൃഷ്ടി. ഒരിക്കൽ കൂടെ ആർപ്പിട്ട് പറഞ്ഞാട്ടെ, പുതിയ സൃഷ്ടി. 2 പുതിയ ഹൃദയം. അങ്ങനെയല്ലല്ലോ വീട്ടിൽ പറയുന്ന പോലെ കുറച്ചുകൂടെ അതെ ആരോഗ്യത്തോടെ പറഞ്ഞാട്ടെ, പുതിയ ഹൃദയം. കേട്ടില്ല? പുതിയ ഹൃദയം. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. താമസിച്ചു വന്ന ആ വ്യക്തികളുടെ ശ്രദ്ധയ്ക്കായി പറയട്ടെ, വെളിപ്പാട് 21:5 കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. 2024 പോലെയല്ല, ഈ വർഷം സകലതും ഞാൻ നിന്റെ ലൈഫിൽ പുതുതാക്കുവാൻ പോകുന്നു. നീ പുതിയ സൃഷ്ടിയാണ്. നിനക്ക് ഒരു പുതിയ ഹൃദയം ദൈവം നൽകാൻ പോകുന്നു. നമ്പർ 3 മൂന്നാമത് നിങ്ങൾ കാണുവാൻ കഴിയുന്നത് പുതിയ പാട്ട്. പുതിയ സൃഷ്ടിയായി തീർന്നാൽ, പുതിയ ഹൃദയം നിന്നിൽ വന്നാൽ നിനക്ക് വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. നീ ദൈവത്തെ ആരാധിക്കുന്ന സഹോദരനായിരിക്കും, നീ ആരാധിക്കുന്ന സഹോദരിയായിരിക്കും. കാരണം ദൈവം നിന്നെ സൃഷ്ടിച്ചത് പണമുണ്ടാക്കാനല്ല, ദൈവം നിന്നെ സൃഷ്ടിച്ചത് വലിയ വീട് വെക്കാനല്ല. പിള്ളേരെ ഒരാളിനെ അമേരിക്കയിലും മറ്റേയാളിനെ ന്യൂസിലൻഡിലും പറഞ്ഞയച്ചിട്ട് സ്തോത്രം അതെ നീ ഇങ്ങനെ പറന്നു കിടക്കാനല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. പകരം ദൈവം നിന്നെ സൃഷ്ടിച്ചത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. ആരാധിക്കുന്നവന്റെ ഹൃദയത്തിലും അവന്റെ അധരത്തിലും ഒരു പാട്ടുണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ, ആരാധിക്കുന്നവന്റെ ഹൃദയത്തിലും ആരാധിക്കുന്നവന്റെ അധരത്തിലും ദൈവത്തിന് കൃപയാൽ ഒരു പാട്ടുണ്ടായിരിക്കും. സങ്കീർത്തനം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ ആരാധനക്കാരനായ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പുതിയ പാട്ടുകളെ കുറിച്ച് പറയുന്നു. സങ്കീർത്തനം 96:1 ഇന്ന് രാവിലെ ശോഭൻ സാർ വായിച്ചതായ 98 സങ്കീർത്തനം 1 വാക്യം. സ്തോത്രം. അതെ, വീണ്ടും 144 സങ്കീർത്തനം 9 വാക്യം, 149 സങ്കീർത്തനം തന്നെ 1 വാക്യം. ഈ വാക്യങ്ങളിലൊക്കെ പുതിയ പാട്ടിനെ കുറിച്ച് പറയുന്നു. 144 സങ്കീർത്തനം 1 വാക്യം, 144 സങ്കീർത്തനം 9 വാക്യം, സങ്കീർത്തനം 96:1, സങ്കീർത്തനം 98:1 ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു പുതിയ പാട്ട്. പറഞ്ഞാട്ടെ ശക്തിയോടെ, എന്താണ് പുതിയ പാട്ട്? ഒരുങ്ങിക്കോ. ദുഃഖത്തിന്റെ പാട്ട് പാടിയവർ, വിലാപത്തിന്റെ പാട്ട് പാടിയവർ, മെലങ്കളി സോങ് പാടിയവർ, ആരില്ല നീ ഒഴികെ. നല്ല പാട്ടാണ്, നിശ്ചയമായിട്ട് പാടാണ്. പക്ഷെ അതൊക്കെ പാടുമ്പോൾ നമുക്കൊരു സുഖം. നിന്നെ സൂചിപ്പിക്കുന്ന പാട്ടല്ല നീ പാടേണ്ടത്, സ്വർഗത്തെ തുറന്ന് കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പാട്ടാണ് നീ പാടേണ്ടത്. ആരെയോ കേൾക്കുന്നവർക്ക് ഈക്കിളിയിടുന്ന പാട്ടല്ല നീ പാടേണ്ടത്, പകരം കർത്താവിനെ സന്തോഷിപ്പിക്കേണ്ട പാട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും കെസ്റ്ററിൻ്റെ ഗാനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇത്രയും അസൂയുണ്ടോ? രാവിലെ നോക്ക്, എന്തുകൊണ്ട് രാവിലെ 10 മണിയായപ്പോൾ ആ മനുഷ്യൻ വിത്ത് ഫുൾ ഓർക്കസ്ട്ര, 10 മണിക്ക് മുമ്പ് ഫുൾ ഓർക്കസ്ട്ര സെറ്റ് ചെയ്ത് രാവിലെ 10 മണിക്ക് ആ പ്ലാറ്റ്ഫോമിൽ വന്ന് അയാൾ പാടി തുടങ്ങി. 10 മണിക്ക് പുള്ളി വന്ന് പാടി തുടങ്ങി. 10 മണിക്ക് പാടി തുടങ്ങി. ഇടയ്ക്ക് 45 മിനിറ്റ് എങ്ങാണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി. രാവിലെ സ്തോത്രം 10 മണിക്ക് പാടി അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം 4:45 വരെ പാടി. 6.25 മണിക്കൂർ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. 2 മണിക്കൂറിന് വേണ്ടി 6.25 മണിക്കൂർ. അയ്യോ, ഞാൻ എന്തോ കുറ്റം പറയുന്നത്. 6.25 മണിക്കൂർ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. 2 മണിക്കൂർ. എനിക്ക് തോന്നുന്നു അങ്ങനെ പെന്തിക്കോസ് ഉപദേശിമാർ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ദൈവദാസന്മാർ വചനവും ആത്മാവുമായി പാട്ടും അതേ ശുശ്രൂഷയുമായി പ്രാക്ടീസ് ചെയ്ത് എന്നേ ദൈവസഭ നന്നായേനെ, എന്നേ സ്തോത്ര കർത്താവെന്ന് സഭയെ കൊണ്ടുപോയേനെ. കമോൺ, നിന്റെ ഓഡിയൻസ് മനുഷ്യനല്ല, നിന്റെ ഓഡിയൻസ് സ്വർഗമാണ്.
ഇന്നും ഈ പ്രസംഗം കഴിഞ്ഞ താഴേക്ക് ഇറങ്ങി ചുറ്റും നിൽക്കുന്ന അച്ചാച്ചന്മാർക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട എന്നല്ല ഞാൻ ചോദിക്കേണ്ടത്. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്നലെ തൃശ്ശൂരായിരുന്നു, ഉറങ്ങാതെ ട്രെയിനിൽ വന്നിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് സർവീസിന് വന്നതാണ്. ഇത് സെക്കൻഡ് സർവീസ്. കർത്താവേ, മനുഷ്യൻ പറഞ്ഞത് കൊണ്ടല്ല, മനുഷ്യൻ എന്തോ ചെയ്യുമെന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. എനിക്ക് ആരോഗ്യം നൽകിയ ഒരു കർത്താവുണ്ട്, എനിക്ക് ശബ്ദം നൽകിയ ഒരു കർത്താവുണ്ട്. എൻ്റെ യജമാനൻ അവനാണ്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ടു. ദൈവത്തെ തൃപ്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. മനുഷ്യനെ, പഞ്ചായത്തിലുള്ളവരെ അല്ല നീ തൃപ്തിപ്പെടുത്തേണ്ടത്. വിളിച്ച ദൈവത്തെ തൃപ്തിപ്പെടുത്ത്. ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ പഴയ പാട്ടല്ല, പുതിയ പാട്ടുകൾ പാടുവാൻ സ്തോത്രം ഒരുങ്ങിയിരുന്നാണ്. ആ പുതിയ പാട്ടിൽ ഒന്നാണ് വേദപുസ്തകം പറയുന്നു, വിക്ടറി സോങ്. വെളിപ്പാട് പുസ്തകം മുഴുവൻ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. വെളിപ്പാട് പുസ്തകം റെഫറൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന് 12 റെഫറൻസ് ഉണ്ടായിരിക്കും. 12 തരത്തിലുള്ള പാട്ടുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ബാക്കി നിങ്ങൾക്ക് HW ഹോംവർക്ക് വീട്ടിൽ പോയി സ്തോത്രം പഠിച്ചോ. 12 തരത്തിലുള്ള പാട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം സ്തോത്രം സ്വർഗത്തിൻ്റെ കണ്ട് എഴുതിയ പുസ്തകമാണ്. സ്വർഗത്തിൽ മുഴുവൻ പാട്ടുകളാണ്. ആർക്കൊന്നും തോന്നുന്നില്ലേ? 12 പാട്ടുകളാണ് സ്വർഗത്തിൽ നിറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഏത് തെരുവിലൂടെ കടന്നു പോയാലും ബൈബിൾ ടീച്ചിങ്ങും രോഗശാന്തിയും പ്രവചനവും അല്ല നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. സ്വർഗത്തിൻ്റെ ഓരോ ഇഞ്ചായ സ്ഥലത്തും ആരാധനയുടെ പാട്ടാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം നിങ്ങൾക്ക് പുതിയൊരു ഗാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നോക്കണമേ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ജയത്തിൻ്റെ പാട്ട് സ്തോത്രം ഒരുങ്ങിക്കോ. വേദപുസ്തകം പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയൊരു പാട്ട് അവർ പാടുന്നു. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വാഴുന്നു എന്ന് പറയുന്നു. അവരെ ആരൊക്കെയോ വാഴുന്നു എന്നല്ല, അവരെ ഏതൊക്കെ പ്രശ്നം വാഴുന്നു എന്നല്ല, അവരെ ഏതൊക്കെ വെല്ലുവിളികൾ വാഴുന്നു എന്നല്ല, പകരം ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി സഭ വാഴുന്നു. ഒരിക്കൽ കൂടെ മനസ്സിലായെങ്കിൽ എല്ലാവരും കൈയടിച്ചു തന്നെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിനാക്കി വെച്ചപ്പോൾ ദൈവം ആദാമിനോട് ഇപ്രകാരം പറഞ്ഞു, ആദാമേ, എല്ലാറ്റിന്മേലും നീ വാഴുക. അർത്ഥം, ഒരു ഈച്ചയും പൂച്ചയും നിന്നെ വാഴല്ല, ഒരു തലവേദനയും നിന്നെ വാഴല്ല, ഒരു കടഭാരവും ഒരു വെല്ലുവിളിയും നിന്നെ വാഴല്ല. എല്ലാറ്റിന്മേലും നീ വാഴുക. അതൊരു ജയ ജീവിതമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാണ്. അയ്യോ, എന്തോ ആകും എന്ന് പറഞ്ഞ എന്തെങ്കിലും നിന്നെ വാഴാൻ ശ്രമിക്കുന്നെങ്കിൽ തലയിൽ നിന്നും തോളത്തിൽ നിന്നും അതിനെ വലിച്ചെടുത്ത് താടികൊട്ട് ചവിട്ടി താഴ്ത്തി വീണ്ടും വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ വാഴുവാൻ പോകുന്നു. വെളിയിൽ കിടക്കുന്ന നിന്റെ ഷൂസിനെയും ചപ്പലിനെയും എടുത്തു നോക്ക്. അടിയിൽ ഒരു മാർക്ക് കാണാം. അത് പിശാചിന്റെ തല തകർന്നതാണ്. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയ്. പുതിയൊരു പാട്ട് 2025 പുതിയൊരു പാട്ട്. അതൊരു ജയത്തിന്റെ പാട്ടാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ജയത്തിന്റെ പാട്ട്. വിഷയങ്ങളും വ്യക്തികളും നിന്നെ നോക്കി പരാജയത്തിന്റെയും നിലവിളിയുടെയും പാട്ട് പാടിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ എൻ്റെ ട്രിവാൻഡ്രം മലയാളത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആ വെള്ളം മാറ്റിവെച്ചേരെ. കാരണം സ്തോത്രം, അതേ, ഒന്നും ഞങ്ങളെ വാഴുവാൻ പോകുന്നില്ല. സകലതിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വാഴാൻ പോകുന്നു. വ്യക്തിയായി കുടുംബമായി വ്യക്തിയായി സകല വിഷയങ്ങളെ നിങ്ങൾ വാഴുവാൻ പോകുന്നു. വെളിപ്പാട് 5:10 വിക്ടറി സോങ്, ജയത്തിൻ്റെ പാട്ട്. അവർ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. സഭയെ ഞാൻ പറയട്ടെ, സ്തോത്രം, അതെ, ഞാൻ കൃപയാണ്, തുരുമ്പാണ്, ഒന്നുമല്ലാത്തവനാണ് എന്നൊന്നും അല്ല വേദപുസ്തകം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം തിരുവചനം പറയുന്നു, കിങ്സ് ആൻഡ് പ്രീസ്റ്റ്.
രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി കർത്താവ് വെച്ചിരിക്കുന്നു. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, സെഖര്യാ പ്രവചനത്തിൽ ഒരു വാക്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 6-ാം അധ്യായം 13-ാം വാക്യം. യേശു കർത്താവ് ഒരു വശത്തവൻ രാജാവാണ്, മറുവശത്തവൻ പുരോഹിതനുമാണ്. ഒരു വശത്തവൻ രാജാവാണ്, കാരണം അവന് സിംഹാസനമുണ്ട്, മറുവശത്തവൻ പുരോഹിതനുമാണ്. എക്സാക്ട്ലി ദ സെയിം മാനർ. ഒരു വശത്ത് നിങ്ങൾ രാജാക്കന്മാരാണ്, പുതിയ നിയമസഭ മറുവശത്ത് പുരോഹിതന്മാരുമാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമാകുന്നതായ സഭ തോറ്റല്ല ജീവിക്കുന്നത്, സകലതിനെ വാണ് ജീവിക്കുന്നു. എല്ലാ വിഷയങ്ങളെ മേലും യേശുവിൻ നാമത്തിൽ നിനക്ക് ജയമുണ്ട്. വെയിറ്റ് എ മിനിറ്റ്. ഈ പുൽപ്പിറ്റിന് നല്ലൊരു ദൈവകൃപയുണ്ട്. ഇവിടെ കയറി നിന്നാൽ മതി. ഈ ദാഹമുള്ള ജനം ഉള്ളത് കൊണ്ട് ഒരാഴം വെളിപ്പെടും. അതുകൊണ്ട് നോട്ടിലില്ലാത്തത് പറയാം, കേൾക്കണമേ. സ്തോത്രം. അതെ, പുരോഹിതന്മാരുമാണ്, രാജാക്കന്മാരുമാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം യേശു കർത്താവ് പിതാവായ ദൈവത്തിൽ വലുത് ഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. യേശു കർത്താവ് പുരോഹിതനാണ്. കേൾക്ക്, പുരോഹിതന്മാരാണ്, രാജാക്കന്മാരാണ്. അർത്ഥം പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കുന്നത്, ജയിക്കുന്നവരാണ് വാഴുന്നത്. പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കുന്നത്, ജയിക്കുന്നവരാണ് ഭരിക്കുന്നത്. സാഹചര്യത്തെ ഭരിക്ക്, വിഷയങ്ങളെ ജയിക്ക്. അതിനായി പുരോഹിത ശുശ്രൂഷ പകരം ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവരായിരിക്കെ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അവർ ജയത്തിന്റെ പാട്ട് പാടുന്നു. നമ്പർ 2, രണ്ടാമത് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, 32-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ വിടുതലിന്റെ പാട്ട് പാടുന്നു. രണ്ടാമതായി അവർ പാടുന്നത് വിടുതലിന്റെ പാട്ട് പാടുന്നു. സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, സ്തോത്രം, യു ഷാൽ കോമ്പസ് മീ അബൌട്ട് വിത്ത് സോങ്സ് ഓഫ് ഡെലിവറൻസ്. വിടുതലിന്റെ പാട്ട്. മലയാളത്തിൽ വായിച്ചോട്ടെ. റെഡി, 1 2 3. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളാം. മലയാള ബൈബിൾ ട്രാൻസ്ലേഷൻ ഹോറിബിൾ ആണ്. സ്തോത്രം. അതെ, രക്ഷയുടെ ഉല്ലാസ ഘോഷം എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ സ്തോത്രം ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു വിടുതലിന്റെ പാട്ട്. വിടുതലിന്റെ പാട്ട്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വിടുതലിന്റെ പാട്ട്, വിടുതലിന്റെ പാട്ട്. സ്തോത്രം. അതെ, ഗെറ്റ് റെഡി. 2025 ഹല്ലേലൂയ ട്യൂൺ ചെയ്താട്ടെ, ജീവിതത്തെ ഒരുക്കിയാട്ടെ. ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ഇരിക്കുന്ന വിഷയങ്ങളിൽ ഈ വർഷത്തിൽ വിടുതലുള്ളത് കൊണ്ട് ഒരു വിടുതലിന്റെ പാട്ട് കർത്താവ് നിനക്ക് നൽകുവാൻ പോകുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയായിരിക്കും? ഫറവോനിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് 30 ലക്ഷം ജനം പുറത്തേക്ക് ഇറങ്ങി. അവരത് ആ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണ്. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് സ്തോത്രം മുന്നോട്ട് പോകുന്നു. ഒന്ന് കണ്ടാട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്റർ തുറന്നൊന്ന് കണ്ടാട്ടെ. അപ്പോൾ ചെങ്കടൽ കടല് വിഭാഗിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അയലയും ചൂരയും ചാളയും സ്തോത്രം സ്രാവും തിമിങ്ങലും ഒക്കെ ഇടതും വലതും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതിനെ കണ്ടപ്പോൾ സ്രാവിനൊക്കെ ഭയങ്കര ഒരു ആവേശം. ആരുടെയെങ്കിലും വായിൽ വെള്ളമുറിയെങ്കിൽ ഇത് മീൻചന്തയല്ല, സഭായോഗമാണ്. 1ാമത്തെ ഞായറാഴ്ചയാണ്. വിഷയം പുതിയ സൃഷ്ടിയുമാണ്. സ്തോത്രം. അതെ, പുതിയ കാര്യമാണ്. അപ്പൊ ഈ മീനിന് എവരിങ്ങനെ 30 ലക്ഷം ജനം ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ സ്രാവിനും തിമിംഗലത്തിനും ചൂരയ്ക്കും ഒക്കെ ഇവരെ തിന്നാ കൊള്ളാവുന്നുണ്ട്. കർത്താവ് പറഞ്ഞു കാണും, വെയിറ്റ് മീനുകളെ, വെയിറ്റ് ചൂരകളെ, ചാളകളെ, വെയിറ്റ്. ഇവരെ എല്ലും തോലുമുള്ളവരാണ്. ഇവരെല്ലും തോലും 400 സംവത്സരം നേരെ ചാപ്പാട് കിട്ടിയിട്ടില്ല. ഇവരെ മസിൽ തീരെ കുറഞ്ഞവരാണ്. ഇതിനേക്കാൾ നല്ല മസിലുള്ളവർ പിന്നാലെ വരുന്നുണ്ട്. ഇവരെക്കാൾ മസിലുള്ള ഫറവോനും അവന്റെ സൈന്യവും പിന്നാലെ വരുന്നുണ്ട്. മിരിയാം ഇതാ തപ്പെടുത്ത്. കമാൺ, തിരുവനന്തപുരം പട്ടണത്തിൽ മിരിയാമിന്റെ നിയോഗമുള്ള ആരെങ്കിലും ഉണ്ടോ? മിരിയാം തപ്പെടുത്ത് നടുക്കടൽ മുതൽ അവളിതാ വിടുതലിന്റെ പാട്ട് പാടി തുടങ്ങിയെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിമത്തത്തിനൊരു പരിധിയുണ്ട്, കണ്ണുനീരിനൊരു പരിധിയുണ്ട്, നിന്നയ്ക്കും അപമാനത്തിനും ഒരു പരിധിയുണ്ട്. എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. ഇപ്പോൾ ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നരുളി ചെയ്തവനായ ദൈവം.
അവരെ വിടുവിച്ചപ്പോൾ തിരുവചനം പറയുന്നു, സ്തോത്രം, അവിടെ വിടുതൽ അനുഭവിച്ച ജനം പാടുന്ന പാട്ടാണ് അതേ വിടുതലിന്റെ പാട്ട്. ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വേദപുസ്തകം പറയുന്നു, സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തു യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ വെച്ച് സ്തോത്രം അതേ പിശാചിന്റെ തലയെ തകർത്ത് യേശു കർത്താവ് നിനക്ക് വിടുതൽ നൽകി. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊലോസ്യർ 2:14-15, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ചെയ്യിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് പ്രതിയെ മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വായ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി തോറ്റ പിശാചിനെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കതെന്ന് പകൽ മുഴുവൻ വ്യാഖ്യാനിക്കണമെന്നുണ്ട്. സാത്താൻ നിനക്കെതിരെ, നിന്റെ മക്കൾക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന അവന്റെ സകല ഡയറികളെ, അവന്റെ എഴുതി വച്ചിരുന്ന സകലതിനെ കർത്താവ് എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞ് അവനെ പരസ്യ കാഴ്ചയാക്കി. ഗ്യാരണ്ടിയായി 2025 നിനക്കൊരു പരസ്യ ജയമുണ്ട്. ശത്രു പരസ്യ ഘോരമാകും. ഈ വർഷം നിന്റെ പരസ്യ ജയത്തിന്റെ വർഷമാണ്. ഓ, ആർക്കും വേണ്ടേ? ഞാൻ കൊണ്ടുപോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 പേരെ തൊട്ട് പറ, എൻ്റെ ജയം പരസ്യമായിരിക്കും. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ ജയം പരസ്യമായിരിക്കും. ഓ ഹല്ലേലൂയ. ഒരു പരസ്യ ജയത്തിന് വേണ്ടി 4 പേർ അറിയത്തക്ക ക്രമത്തിൽ ദൈവകൃപയാൽ ഒരുങ്ങിക്കോ. നിന്റെ ജയം പരസ്യമായിരിക്കും. അപ്പോൾ നിന്റെ നാവിൽ ഒരു ഗാനമുണ്ടായിരിക്കും. അത് കണ്ണുനീരിന്റെ പാട്ടല്ല, അതൊരു വിടുതലിന്റെ പാട്ടാണ്. ഈ പാട്ടണം കേട്ടിട്ടില്ലാത്ത, കുടുംബത്തിൽ ആരും പാടാത്ത, ഇതുവരെ നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിടുതലിന്റെ പാട്ടിന് വേണ്ടി ഒരു വിടുതലിന്റെ പാട്ടിന് വേണ്ടി ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നീ പാടുക മാത്രമല്ല 10,000 നിന്റെ കൂടെ ചേർന്ന് പാടുകയും ചെയ്യേ. ഓഹോ, നീ പാടുക മാത്രമല്ല, പലരും നിന്നോട് ചേർന്ന് പാടുവാൻ. നിന്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്റെ വിടുതൽ മറ്റുള്ളവർക്ക് സാക്ഷ്യമായിരിക്കും. നിന്റെ വിടുതൽ മറ്റുള്ളവർക്ക് ഒരു സെക്കൻഡ് ബൈബിൾ ആയിരിക്കും. മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആയിരിക്കും. വിടുതലിന്റെ പാട്ട് യേശു കർത്താവ്, സ്തോത്രം, അതേ അവൻ വിടുതലിന്റെ ദൈവമാണ്. സ്തോത്രം. നമ്പർ 3, അവൻ നിന്റെ നാവിൽ നൽകുന്ന 3-ാമത്തെ പാട്ട്. ഹല്ലേലൂയ. പുതിയൊരു പാട്ട് നൽകുമ്പോൾ സഭയെ ഇന്ത്യൻ ചർച്ച് കേൾക്കട്ടെ. 2025 സ്തോത്രം, ഇന്ത്യൻ ചർച്ച് പാടുന്ന 3-ാമത്തെ പാട്ട് അതൊരു കൊയ്ത്തിന്റെ പാട്ടായിരിക്കും. ഓ കമാൺ, അതൊരു കൊയ്ത്തിന്റെ പാട്ടാണ്. അതൊരു കൊയ്ത്തിന്റെ പാട്ടാണ്. ആത്മാക്കളെ കൊയ്തെടുക്കുന്ന എൻഡ് ടൈം ഹാർവസ്റ്റ് ഇവാഞ്ചലിസത്തിന്റെ പാട്ട് ദൈവകൃപയാൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. 65-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ, Psalm 65:13, 65-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. എല്ലാ അപ്പോസ്തലന്മാരോട്, ഈ ഓൺലൈനിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോട്, ഇത് തുടർന്ന് കേൾക്കുവാൻ പോകുന്നവരോട്, സഭകളോട്, മിനിസ്ട്രികളോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിങ്ങളുടെ മേച്ചിൽ പുറങ്ങൾ ആത്മാക്കളാകുന്ന ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറയുവാൻ പോകുന്നു. നിങ്ങളുടെ താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടുവാൻ പോകുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു ആർപ്പുണ്ട്, നിങ്ങൾക്കൊരു പാട്ടുണ്ട്. ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു ആർപ്പുണ്ട്, നിങ്ങൾക്കൊരു പാട്ടുണ്ട്. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. കൊയ്ത്ത് കാലത്ത് സ്തോത്രം, ഇസ്രായേലിൽ നിങ്ങൾ കടന്നു പോയാൽ അവിടെ മുന്തിരി കൊയ്ത്തിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് മുന്തിരിയെക്കുറിച്ച് മാത്രം പറയട്ടെ, മുന്തിരിക്കുല മുറിക്കുവാൻ വേണ്ടി പോകുന്നതായ സമയത്ത് ഇസ്രായേൽ കന്യകമാർ, സ്തോത്രം, അതെ, അവർ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളെ ധരിച്ച് നീളമുള്ള അവരുടെ ഗൗണുകളൊക്കെ ധരിച്ച് നിരയായി വരിയായി പാട്ടുകൾ പാടിയാണ് പോകുന്നത്. അവിടെ ഭവനങ്ങളിൽ നിന്ന് ഓരോരുത്തർ, അതേ സ്തോത്രം, എബ്രായ ഭാഷയിലുള്ള ആ പാട്ടിന്
സ്തോത്രം അതെ പാട്ട് പാടി അവർ പുറത്തിറങ്ങും. ഞാൻ പറയട്ടെ, സ്തോത്രം, ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ എബ്രായ ഭാഷയെ ചിതറിപ്പിപ്പാനും ഇല്ലായ്മ ചെയ്യുവാനും ഫറവോൻ ശ്രമിച്ചു, നെബൂഖദ്നേസർ ശ്രമിച്ചു. ദൂത ഇതാണ്, നിന്റെ വായിൽ പാട്ടില്ലാതാക്കാൻ ശത്രു ശ്രമിച്ചു. പക്ഷേ ആ ഭാഷയെ തീർക്കാൻ, ആ ഭാഷയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ആ ഭാഷ ഉയർത്തു. കാരണം ആ ഭാഷയുടെ ഉടമസ്ഥൻ ഉയർത്തു. എബ്രായ ഭാഷ പാടി നിരയായി വരിയായി പെൺകുട്ടികൾ കടന്നു പോകും. അവർ വീട്ടിൻ്റെ ആ റോഡിൽ നിന്ന് അതേ ആ താഴ്വരയിലെ മുന്തിരി തോട്ടത്തിലേക്ക് കയറി ഇറങ്ങിപ്പോയി മുന്തിരി മുന്തിരിങ്ങ ആ മുന്തിരിങ്ങ സ്തോത്രം അറുത്തെടുത്ത് അതിലെ കൂടകളിൽ വച്ച് വീണ്ടും അതുപോലെ പാട്ട് പാടി അവരുടെ കളത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ നീളമുള്ള ഗൗണിനെ അല്പം മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് അവരതാ ചവിട്ടി വീണ്ടും പാട്ടുപാട്. എൻ്റെ താളം നോക്ക്. കമാൺ, സ്തോത്രം. ഞാൻ പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് അല്ല, ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നൃത്തമാണ്. പെട്ടകത്തിന് മുൻപിൽ ദാവീദ് നൃത്തം ചെയ്തതുപോലെ ആർക്കെങ്കിലും ഇന്ന് പകൽക്കാലം ഒരു കൊയ്ത്ത് കാണുന്നവർ നൃത്തം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ആ മുന്തിരിയെ കൊണ്ടുവന്ന കളം വെടിപ്പുള്ള കളത്തിലിട്ട് ആ മുന്തിരിയെ കഴുകിയെടുത്ത് അതിന് മുകളിൽ കയറി നിന്നവർ നൃത്തം ചെയ്യുകയാണ്. അവർ നൃത്തം ചെയ്യുമ്പോൾ ആ മുന്തിരിങ്ങ ഉടഞ്ഞിട്ടാണ് ആ വീഞ്ഞ് പുറത്തേക്ക് വരുന്നത്. 2024 ഉടഞ്ഞവർ കേൾക്ക്. 2024 അതേ ഉടഞ്ഞു എങ്കിൽ 2025 നീ ഒരു സ്തോത്രം അതേ വീഞ്ഞായി ഒഴുകുവാൻ പോകുന്നു. അനേകരെ സന്തോഷിപ്പാൻ വേണ്ടി പോകുന്നു. കൊയ്ത്ത് പാട്ടുണ്ട്. സ്തോത്രം, നിനക്കൊരു കൊയ്ത്ത് പാട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സഭയെ കേട്ടിരിക്കുക. ഹല്ലേലൂയ. വേറെ ആരും പാടിയിട്ടില്ലാത്ത ഒരു കൊയ്ത്ത് പാട്ടിന് വേണ്ടി കർത്താവ് നിന്റെ ജീവിതത്തെ സ്തോത്രം ഒരുക്കട്ടെ. വെളിപ്പാട് 4:8, വെളിപ്പാട് 4:11, വെളിപ്പാട് 5 സ്തോത്രം 9, 10, വെളിപ്പാട് 5:12, വെളിപ്പാട് 5:13, വെളിപ്പാട് 6:1, വെളിപ്പാട് 7:10, വെളിപ്പാട് പുസ്തകം 7:12, വെളിപ്പാട് പുസ്തകം 11:15, വെളിപ്പാട് പുസ്തകം 15:34, വെളിപ്പാട് പുസ്തകം 19:1 മുതൽ 8 വരെ 12 റെഫറൻസ് ഞാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം മുഴുവൻ പാട്ടാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം മുഴുവൻ പാട്ടാണ്. ആരൊക്കെയോ എഴുതിയെടുക്കുന്നു. ഒരിക്കൽ കൂടെ വെളിപ്പാട് 4:8, വെളിപ്പാട് 4:11, വെളിപ്പാട് 4:9, 10, വെളിപ്പാട് 5:12, വെളിപ്പാട് 5:13, വെളിപ്പാട് പുസ്തകം 6:1, വെളിപ്പാട് പുസ്തകം 7:10, വെളിപ്പാട് പുസ്തകം 7:12, വെളിപ്പാട് പുസ്തകം 11:15, വെളിപ്പാട് പുസ്തകം 11:7-8, വെളിപ്പാട് പുസ്തകം സ്തോത്രം 15:34, വെളിപ്പാട് പുസ്തകം 19:1 മുതൽ 8 വരെ 12 പാട്ടുകളുണ്ട്. നിലവിളിയുടേതല്ല ക്രിസ്തീയ ജീവിതം. ഐ ഗ്യാരണ്ടി യു ഇൻ ജീസസ് നെയിം. ആർക്കും നിന്നെ തൊലയ്ക്കാൻ പറ്റില്ല, ആർക്കും നിന്നെ കരയിപ്പിക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ ദുഃഖപുത്രനും ദുഃഖപുത്രിയുമായി അതേ ഏതോ സൂയിസൈഡ് പോയിന്റിൽ തള്ളിയിടുവാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ ജീവിതം മാറുകയാണ്. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ ജീവിതം തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ മാറുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അതേ ദൂതന്മാർ പാടി പാട്ടോടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നു. പുതിയ നിയമം ആരംഭിക്കുന്നത് പാട്ടോടെയാണ്. പുതിയ നിയമത്തിൽ ആരംഭിക്കുന്ന പാട്ടോടെ തുടങ്ങുന്ന പുതിയ നിയമം സിംഹാസനത്തിന് മുൻപിൽ പാട്ടോടെ സഭ തുടരുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പുതിയ നിയമത്തിൽ പാട്ടോടെ തുടങ്ങിയതായ ക്രിസ്തീയ ജീവിതം അതേ സിംഹാസനത്തിന് മുൻപിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പാടുകയാണ്. നിന്റെ വായിൽ ഈ വർഷത്തിൽ നിലവിളിയല്ല ദൈവം തരുന്നത്. ഓ കമാൻ, ആരോട് പറയാം? നിന്റെ വായിൽ ഈ വർഷത്തിൽ ദൈവം നിലവിളിയല്ല തരുന്നത്, അയ്യോ എന്ന കൊലവിളിയല്ല ദൈവം തരുന്നത്. ഒരുങ്ങിക്കോ. നവഗാനങ്ങൾ കൊയ്ത്തിന്റെ പാട്ടായി, വിടുതലിന്റെ പാട്ടായി, ജയത്തിന്റെ പാട്ടായി. ഒരിക്കൽ കൂടെ ജയത്തിന്റെ പാട്ടായി, അതേ വിടുതലിന്റെ പാട്ടായി, കൊയ്ത്തിന്റെ പാട്ടായി. ആർക്കും വേണ്ടേ? ജയത്തിന്റെ പാട്ടായി, വിടുതലിന്റെ പാട്ടായി, കൊയ്ത്തിന്റെ പാട്ടായി. ദൈവം നിന്നെ ഈ വർഷത്തിൽ പുതിയ സൃഷ്ടിയാക്കുന്നു. കേൾക്കുന്നവർ 2 കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ.
പുതിയ സൃഷ്ടിയാണ്, പുതിയ ഹൃദയമാണ്, പുതിയ പാട്ടാണ്. എസെക്കിയേൽ പ്രവചനം 36 അധ്യായം 26 വാക്യം വായിക്കുമ്പോൾ പുതിയ ആത്മാവ്. എസെക്കിയേൽ പ്രവചനം 36:26 വായിക്കുമ്പോൾ പുതിയ ആത്മാവ്. നോക്കിയേ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഒന്നാം ഭാഗം, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, പുതിയ ആത്മാവ്, പുതിയ ആത്മാവ്. പെട്ടെന്ന് പുതിയ ആത്മാവ്, പുതിയ ആത്മാവ്. അതിനർത്ഥം എന്താണ്? ഒരു ന്യൂ മെഷർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അളവ് നിന്റെ ജീവിതത്തിൽ ഈ വർഷം ദൈവം തരാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. പുതിയൊരു അഭിഷേകത്തിന്റെ പാക്കേജ് നിങ്ങൾക്കായി കർത്താവ് കലവറ തുറന്ന് നൽകാൻ പോകുന്നു. ആരൊക്കെ ഏറ്റെടുക്കും? ആരൊക്കെ ഏറ്റെടുക്കും? പുതിയൊരു ആത്മാവിന്റെ അളവിനെ ദൈവം നിന്റെ മേൽ പകരുവാൻ വേണ്ടി പോകുന്നു. യെസ്, വേദപുസ്തകം പറയുന്നു, ജ്യേഷ്ഠന്മാരുടെ നടുവിൽ അപ്പന്റെ വീട്ടിൽ വെച്ച് തന്നെ ശമൂവേൽ ആട്ടിൻ കൊമ്പ് കൊണ്ട് ഇതാ സ്തോത്രം ദാവീദിനെ അഭിഷേകം ചെയ്തു. നമ്പർ 1, ഒന്നാമതായി അപ്പന്റെ വീട്ടിൽ വെച്ച് അഭിഷേക തൈലം ദാവീദിന്റെ മേൽ ഒഴുകി. ദാവീദിന്റെ കവണയുടെ മേൽ, ദാവീദിന്റെ കിന്നരത്തിന്മേൽ ഒക്കെ ആ എണ്ണ ഒഴുകി കാണും. അഭിഷേക തൈലം വീണതായ കവണയിൽ നിന്ന് പുറപ്പെട്ട കല്ല് മല്ലന്റെ തലയെ തകർത്ത് അവനെ നിലംബരമാക്കി. അഭിഷേക തൈലം വീണതായ കിന്നരത്തിൽ നിന്ന് പുറപ്പെട്ട നാദം സ്തോത്രം ശൗലിന്റെ ഭൂതത്തെ പുറത്താക്കി. പ്രവചിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ചില മല്ലന്മാർ ഈ വർഷം നിന്റെ മുൻപിൽ വീഴും. ചില ഉന്നതന്മാരിൽ നിന്ന് നീ ഭൂതത്തെ പുറത്താക്കും. ആരോ അത് ഏറ്റെടുക്കുന്നു, ആരോ അത് അനുഭവിക്കുന്നു. യെസ്, ഒന്നാമത്തെ അവന്റെ അനോയിന്റിംഗിൽ, ഒന്നാമത്തെ അഭിഷേകത്തിൽ അപ്പന്റെ വീട്ടിൽ വെച്ച് ദാവീദിനെ സ്തോത്രം ഇടയച്ചെറുക്കനായിരുന്നവനെ അഭിഷേകം ചെയ്തു. നമ്പർ 2, രണ്ടാമത് യഹൂദയുടെ രാജാവായി, സെക്കൻഡ് ഗ്രേഡായി സ്തോത്രം യഹൂദയുടെ രാജാവായി അഭിഷേകം ചെയ്തു. നമ്പർ 3, മൂന്നാമത് 12 ഗോത്രങ്ങൾ മുഴുവൻ ദ നേഷൻ ഓഫ് ഇസ്രായേൽ സകലരും ഒരുമിച്ച് കൂടി ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. 3 ലെവലിൽ 3 പ്രാവശ്യം ദാവീദിന് മേൽ അഭിഷേക തൈലം വീണ്. എക്സ്ക്യൂസ് മീ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദാവീദ് പുത്രന്റെ മേൽ ദാവീദ് പുത്രന്റെ മേൽ 3 പ്രാവശ്യം എണ്ണ വീണു. യേശു കർത്താവാകുന്ന ദാവീദ് പുത്രൻ തന്റെ ശുശ്രൂഷയിൽ മുന്നിലേക്ക് പോകുമ്പോൾ അലബാസ്റ്റർ ബോട്ടിൽ വെങ്കൽ ഭരണി യേശുവിന്റെ മുൻപിൽ ഉടച്ച്. എന്തിനാങ്കളെ വെങ്കൽ ഭരണി ചുമ്മാതെ ഉടച്ചത്? എന്തിനാങ്കളെ വെങ്കൽ ഭരണി യേശുവിന്റെ മുൻപിൽ ഉടച്ചത്? ശ്രദ്ധിച്ചു കേൾക്ക്. വെങ്കൽ ഭരണിക്ക് ഒരു കോർക്കില്ല, വെങ്കൽ ഭരണിക്ക് അടപ്പില്ല. വെങ്കല ഭരണിക്ക് അടപ്പുണ്ടായിരുന്നെങ്കിൽ സ്തോത്രം ഒന്നാമത്തെ സർവീസിന് ഇമ്മിനി ഒഴിച്ച്, രണ്ടാമത്തെ സർവീസിന് കൂടുതൽ ഒഴിച്ച്, ബാക്കിയുള്ള ഓരോ സർവീസിന് ജനം വരുന്നതനുസരിച്ച് സ്തോത്രം അതേ ഒഴിക്കാമായിരുന്നു. എന്നാൽ അതിന് കോർക്കില്ല, അതിന് അടപ്പില്ല. നിന്റെ അകത്തിരിക്കുന്ന ആ എണ്ണ പുറത്തു വരുവാൻ ഉടഞ്ഞാലേ പറ്റത്തുള്ളൂ കുട്ടി. കേൾക്കാൻ രസോ, പറയാനും രസോ. നീ ഉടയുന്നത് നിനക്ക് പെയിനായിരിക്കും, മറ്റേ മറ്റുള്ളവർക്ക് വിടുതലായിരിക്കും. ഗലീലയിൽ വെച്ച്, യെരുശലേമിൽ വെച്ച് 2 പ്രാവശ്യം, ടോട്ടലി 3 പ്രാവശ്യം യേശു കർത്താവ് അലബാസ്റ്റർ ബോട്ടിൽ ഉടയ്ക്കപ്പെട്ട്, വെൺകൽ ഭരണി ഉടയ്ക്കപ്പെട്ട് എണ്ണയാൽ കുതിർക്കപ്പെട്ടു. ഒറ്റ പ്രാവശ്യം വരായിരുന്നു, 3 times. അർത്ഥം സ്തോത്രം. ഞാൻ ദൈവകൃപകൾ പറയട്ടെ, ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നവ ഫില്ലിംഗ്, പുതിയ നിറവ് നിനക്ക് ആവശ്യം. 25 കൊല്ലം മുമ്പ് പറയുന്ന അന്യഭാഷയല്ല, 30 കൊല്ലം മുമ്പ് പറഞ്ഞ അന്യഭാഷയല്ല. പകരം ദൈവകൃപയാൽ ഈ വർഷം കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഞാൻ പുതിയൊരു ആത്മാവിനാൽ എൻ്റെ ജനത്തെ നിറയ്ക്കാൻ വേണ്ടി പോകുന്നു.
പുതിയൊരു ആത്മാവിനാൽ ഞാൻ നിന്നെ നിറയ്ക്കുവാൻ പോകുന്നു. കൈയടിച്ച് വിടല്ലേ. രണ്ട് കരങ്ങളെ ഉയർത്തി ദാഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതേ പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഓ അങ്ങയുടെ ആത്മാവിൻ്റെ പുതിയ സാന്നിധ്യത്താൽ എന്നെ നീ നിറയ്ക്കണമേ. പുതിയൊരു ആത്മാ നിറവ് അവിടുന്ന് എൻ്റെ ജീവിതത്തിന്മേൽ പുതിയൊരു ആത്മാ നിറവ് സ്തോത്രം അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് പകരണമേ. കാരണം അവിടുന്ന് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2:20, യോബേൽ പ്രവചനം 2:28, അപ്പോസ്തല പ്രവൃത്തി 2:17, യോബേൽ 2:28, അപ്പോസ്തല പ്രവൃത്തി 2:17, in the last days I will pour my spirit upon every flesh. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരം എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു നിറവ് നിന്റെ മേൽ, നിന്റെ സന്താനങ്ങളുടെ മേൽ കർത്താവ് സ്തോത്രം അത് പകരുമാറാകട്ടെ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പുതിയ നിറവ്. എഫേസ്യ ലേഖനം 5:18 പറയുന്നു, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നുവല്ലോ. ആത്മാവിൽ നിറഞ്ഞവരായി, ഒരിക്കൽ കൂടെ ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്ത്, ദാറ്റ് മീൻസ് അതേ പുതിയൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്റെ ജീവിതത്തിൽ ദൈവം ഈ വർഷം കൽപ്പിക്കുക. ഒരുങ്ങിക്കോ, ഇതുവരെ പറയാത്ത ഭാഷ പറവാൻ. ഒരുങ്ങിക്കോ, ഇതുവരെ ലഭിക്കാത്ത വെളിപ്പാടുകൾ പ്രാപിപ്പാൻ. ഒരുങ്ങിക്കോ, ഇതുവരെ ഇല്ലാത്ത ആത്മമണ്ഡലത്തിൽ പുതിയൊരു ലെവൽ ഏറ്റെടുക്കാൻ. ഞാൻ ദൈവകൃപയാൽ ഇന്ന് പകൽ പ്രവചിച്ചു പറയട്ടെ, പുതിയൊരു പുതപ്പിനാൽ ദൈവം നിന്നെ ചുറ്റുവാൻ പോകുന്നു. Come on people, take it in the name of Jesus. Receive that. പുതിയൊരു പുതപ്പിനാൽ വേണമെന്നുള്ളവർ ദാഹിക്കുന്നവർ, യെസ്, 2 മിനിറ്റ്. പുതിയൊരു പുതപ്പിനാൽ പുതിയൊരു നിറവിനാൽ, പുതിയൊരു ആത്മാവിന്റെ സാന്നിധ്യത്താൽ ദൈവം ഈ വർഷം നിങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടി പോകുന്നു. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഈ വർഷം ജനം നിന്നെ കണ്ട് അതിശയിക്കാൻ പോകുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. നിന്റെ ഹൃദയം നീ പോലും അറിയാതെ മാറുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിന്നെ മാറ്റുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദൈവം നിന്നെ മാറ്റുവാൻ പുറപ്പെട്ട് കഴിഞ്ഞു. പുതിയൊരു ഹൃദയം. നമ്പർ 3 പുതിയൊരു പാട്ട്. നമ്പർ 4 പുതിയൊരു ആത്മാവ്. അടുത്തിരിക്കുന്നവർ ഹൈ ഫൈ കൊടുത്ത് പറഞ്ഞേ, പുതിയൊരു ആത്മാവ്, പുതിയൊരു ആത്മാവ്, പുതിയൊരു ആത്മാവ്. സ്തോത്രം. ഞാൻ നിർത്തട്ടെ, കത്രിമേശയുണ്ടല്ലോ. സ്തോത്രം. മൂന്നാമതായി പുതിയ കൃപ, മേഴ്സി എന്ന് സ്തോത്രം. അത് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നു. മേഴ്സി നല്ലൊരു പേരാണ്, പക്ഷേ സ്തോത്രം മേഴ്സി അതെ ദൈവകൃപ. ലാമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. വിലാപങ്ങൾ 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. സ്തോത്രം. ചില ട്രാൻസ്ലേഷൻ കമ്പാഷൻ എന്ന് പറയുന്നല്ലേ. ഞാൻ റെഫർ ചെയ്തപ്പോൾ മേഴ്സി എന്ന് എഴുതിയിരുന്നത്. ദ ലോർഡ്സ് മേഴ്സീസ്, യെസ് മേഴ്സി. ഈ ട്രാൻസ്ലേഷൻ മേഴ്സി. സ്തോത്രം. നോക്കിയേ, മലയാളത്തിൽ വായിച്ചാട്ടെ. വിലാപങ്ങൾ 3:22-23 വാക്യങ്ങൾ. റെഡി? സ്തോത്രം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഓ, they are new every morning. New every morning. എത്ര പേര് കോറസ് പാടിയിട്ടുണ്ട്? അപ്പോൾ ഈ കോറസ് പാടിയിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്. പിന്നല്ല ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ദിവസവും ഈ വർഷത്തിന്റെ 365 ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ദയ, പുതിയ ദയ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ആ മേഴ്സി, ആ ദയ നിനക്കൊള്ളിടത്തോളം കാലം നിനക്ക് മുടിയാൻ കഴിയത്തില്ലെന്ന്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. 22-ാം വാക്യം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്
യഹോവയുടെ ദയ കൊണ്ടാണ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ദയയാലാണ്. ദയയാലാണ്. ധൈര്യമായിരിക്കെ. ഈ വർഷം ദൈവത്തിൻ്റെ ദയ നിന്നെ മൂടിക്കൊള്ളും. ലോകത്തിൽ വെല്ലുവിളികളുണ്ട്, ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ അൻകാളി അവിശ്വാസിക്ക് വരുന്ന പ്രശ്നം നിന്നെ തൊടുകയില്ല. ആ പ്രശ്നം നിന്നെ കാണും, നീ അതിനെയും കാണും. പക്ഷെ നിന്നെ മൂടിയിരിക്കുന്ന ദൈവത്തിന്റെ ദയ ആയതുകൊണ്ട് അതിന് നിന്റെ അടുക്കൽ വരുവാൻ കഴിയാത്തില്ല. ഒരിക്കൽ കൂടെ ആ പ്രശ്നം നിന്നെ കാണും, ആ പ്രശ്നത്തെ നീയും കാണും. പക്ഷേ ആ അവിശ്വാസിക്ക് വരുന്നത്, ദൈവമില്ലാത്ത അവർക്ക് വരുന്ന പ്രശ്നം, സ്തോത്രം, നിന്നെ തൊടുകയില്ല. സ്തോത്രം. ലോകത്തിൽ ഒത്തിരി വെല്ലുവിളിയുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ആ വാക്യം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച യേശു നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ലോകത്തിലുള്ള പ്രശ്നം നിന്നെ തൊടുകയില്ല. ഉത്തമഗീതം 2-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, മുള്ളുകളുടെ ഇടയിലെ താമര പോലെ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നു. ചേരലാണ് താമര വളരുന്നത്. സാഹചര്യം മോശമാണ്. ജനുവരി 5-ാം തീയതി സാഹചര്യം മോശമാണ്. പക്ഷേ സാഹചര്യം ചേരാണെങ്കിൽ അതിൽ മനോഹരമായ പുഷ്പം വിടരുന്നത് പോലെ ഈ വർഷം മുഴുവൻ ഏറ്റവും മനോഹരമായത് നിന്നിൽ നിന്ന് പുറത്തു വരും. ലോകത്തിൽ ചേറാണ്, ലോകത്തിൽ മുള്ളാണ്, ലോകത്തിൽ കഷ്ടമാണ്. യോബ് 10:17 പറയുന്നു, ക്രോധത്തിന്മേൽ ക്രോധമാണ് ലോകത്തിൽ വെളിപ്പെടുന്നത്. ക്രോധത്തിന്മേൽ ക്രോധം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് ക്രോധത്തിന്മേൽ ക്രോധം? സ്തോത്രം. യോബ് 16:14 പറയുന്നു, മുറിവിന്മേൽ മുറിവ്. പറഞ്ഞാട്ടെ, എന്താണ് മുറിവിന്മേൽ മുറിവ്? മുറിവിന്മേൽ മുറിവ്. യെശയ്യാ 30:1 പറയുന്നു, പാപത്തിന്മേൽ പാപം, അകൃത്യത്തിന്മേൽ അകൃത്യം എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ പാപത്തിന്മേൽ പാപം. യിരെമ്യാ പ്രവചനം 9:3 പറയുന്നു, യിരെമ്യാ 9:3, ദോഷത്തിന്മേൽ ദോഷ. ആരും മിണ്ടുന്നില്ല. ദോഷത്തിന്മേൽ ദോഷ. സ്തോത്രം. യിരെമ്യാ 48:5 പറയുന്നു, നിലവിളിക്ക് മീതെ നിലവിളി, നിലവിളിക്ക് മീതെ നിലവിളി. സ്തോത്രം. അതെ, ലോകത്തിൽ ഇതൊക്കെയാണുള്ളത്. ലോകത്തിൽ എന്താ ഉള്ളത്? ക്രോധത്തിന്മേൽ ക്രോധം, അതെ, മുറിവിന്മേൽ മുറിവ്, അകൃത്യത്തിന്മേൽ അകൃത്യം. സ്തോത്രം. യിരെമ്യാ 9:3, ദോഷത്തിന്മേൽ ദോഷം, കണ്ണുനീരിന്മേൽ കണ്ണുനീർ. ഞാൻ ആവർത്തിക്കട്ടെ, ലോകത്തിൽ എന്താ വർദ്ധിക്കുന്നത്? ലോകത്തിൽ എന്താ? 2 ഇരട്ടിയായി എഴുതിയിരിക്കുകയാണ്. ക്രോധത്തിന്മേൽ ക്രോധമുണ്ട്, മുറിവിന്മേൽ മുറിവുണ്ട്, പാപത്തിന്മേൽ പാപമുണ്ട്, ദോഷത്തിന്മേൽ ദോഷമുണ്ട്, കണ്ണുനീരിന്മേൽ കണ്ണുനീരുണ്ട്. ലോകത്തിൽ എന്താ ഉള്ളത്? ക്രോധത്തിന്മേൽ ക്രോധം, മുറിവിന്മേൽ മുറിവ്, പാപത്തിന്മേൽ പാപം, ദോഷത്തിന്മേൽ ദോഷം, കണ്ണുനീരിന്മേൽ കണ്ണുനീർ. 2024 ക്രോധം വർദ്ധിക്കും, മുറിവുകൾ വർദ്ധിക്കും, പാപം വർദ്ധിക്കും, ദോഷം വർദ്ധിക്കും, കണ്ണുനീർ വർദ്ധിക്കും. പക്ഷേ മറുവശത്തെ കർത്താവ് ഉറങ്ങിയല്ല, മയങ്ങിയല്ല. അവൻ പറയും, കൃപമേൽ കൃപ തന്ന്, കൃപമേൽ കൃപ തന്ന് ഞാൻ നിന്നെ പരിപാലിക്കും. യെസ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 16 വാക്യം വേദപുസ്തകം പറയുന്നു, കൃപമേൽ കൃപ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കൃപമേൽ കൃപ. കേട്ടില്ല? ഒരിക്കൽ കൂടെ, കൃപമേൽ കൃപ. ലോകമേ, ക്രോധം വർദ്ധിക്കുമ്പോൾ, മുറിവുകൾ വർദ്ധിക്കുമ്പോൾ, അതേ, പാപം വർദ്ധിക്കുമ്പോൾ, ദോഷം വർദ്ധിക്കുമ്പോൾ, കണ്ണുനീർ വർദ്ധിക്കുമ്പോൾ, ഇതൊന്നും എൻ്റെ അഡ്രസ്സിൽ വരികയില്ല. എൻ്റെ മേൽവിലാസം, മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. നിന്റെ മേൽവിലാസം, Christ the hope of glory is in you. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്നിൽ വസിക്കുന്നത് കൊണ്ട് കൃപമേൽ കൃപ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, കൃപമേൽ കൃപ. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലമാവൻ തകർത്തല്ലോ, തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ, എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ
ഓർത്തല്ലോ ഘോരവൈരിയൻ ബലമാവൻ തകർത്തല്ലോ തൻ്റെ കൈകളിലവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിയിടും കരങ്ങളടിച്ച് കൃപ കൃപയോന്നേൻ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയോന്നേൻ ആനന്ദമായി വൈരികൾ വന്നാലും എരിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ സ്വർഗ്ഗം കേൾക്കട്ടെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് കൃപ കൃപയോന്തേൻ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപ കരങ്ങളടിച്ച് ഒരിക്കൽ കൂടെ കൃപ കൃപയോന്തേൻ ആശ്രയം കൃപ കൃപയോന്തേൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ ഇരുൾ പാതയിൽ അനുദിനമൊഴി നൽകും കൃപയാശ്രയമായി ഇരുൾ പാതയിൽ അനുദിനം ഒഴി നൽകും കൃപയാശ്രയമായി ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ദോഷത്തിന്മേൽ ദോഷം കണ്ണുനീരിന്മേൽ കണ്ണുനീർ ക്രോധത്തിന്മേൽ ക്രോധം മുറിവിന്മേൽ മുറിവ് പാപത്തിന്മേൽ പാപം ലോകത്തിൽ സമൂഹത്തിൽ രാജ്യങ്ങളിൽ പ്രശ്നം വർദ്ധിക്കും ക്രോധത്തിന്മേൽ ക്രോധം മുറിവിന്മേൽ മുറിവ് സ്തോത്രം അതേ പാപത്തിന്മേൽ പാപം ദോഷത്തിന്മേൽ ദോഷം അതേ കണ്ണുനീരിന്മേൽ കണ്ണുനീർ മറുവശത്തെ ദൈവം നിന്റെ മേൽ കൃപമേൽ കൃപ തന്ന് കൃപമേൽ കൃപ തന്ന് കൃപമേൽ കൃപ തന്ന് ക്രിസ്തുവിൽ ജയോത്സവമായി നടത്താൻ പോകുന്ന ഹല്ലേലൂയ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ കൃപ ലഭിച്ചവൻ പറയും ലോകത്തിൽ എന്തൊക്കെ വളർന്നു പൊങ്ങി പർവ്വത രൂപത്തിൽ നിന്നാലും 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 കൃപ അതിനെ തകർത്ത് എന്നെ മുന്നിലേക്ക് കൊണ്ടുപോകും
സെരുബാബേലിന്റെ സാക്ഷ്യം അതാണ്. നിയോഗം പ്രാപിച്ച് സെരുബാബേൽ കടന്നു വന്നപ്പോൾ വലിയൊരു പർവ്വതം ഇതാ വളർന്നു പോയി നിൽക്കുന്നു. പുള്ളി ആ പർവ്വതത്തിന്റെ നീളവും വീതിയും അളക്കാൻ പോയില്ല. നിന്റെ പ്രശ്നത്തെ അല്ല നീ അളക്കേണ്ടത്, ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കുക. പറഞ്ഞു, ഹേ മഹാപർവ്വതമേ, ആള് മാറിയാ കളിക്കുന്നത്, നീ ആള് മാറിയാ കളിക്കുന്നത്, നീ ആള് മാറിയാ കളിക്കുന്നത്. എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ള വേറെ ആരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹേ മഹാപർവ്വതമേ, നീ നീ സമഭൂമി ആയിത്തീരും. മീനിങ് 2025 നീ സ്റ്റക്കാകുകയല്ല, നീ പർവ്വതങ്ങളെ തവിട് പൊടിയാക്കി നീ മുന്നേറുവാൻ പോകുന്നു. കമോൺ, കൈയടിക്കുന്നവർ നന്നായി കൈയടിച്ച്. നിന്നെ സ്റ്റാഗ്നന്റ് ആക്കാൻ, നിന്നെ നിശ്ചലമാക്കാൻ ഒന്നിനും കഴിയത്തില്ല. കൃപമേൽ കൃപ, കൃപമേൽ കൃപ, കൃപമേൽ കൃപ വർദ്ധിക്കുന്നത് കൊണ്ട് നീ വീണ്ടും അടുത്ത ലെവലിൽ, അടുത്ത അളവിൽ, അടുത്ത മണ്ഡലത്തിൽ ദൈവകൃപയിൽ മുന്നേറുവാൻ പോകുന്നു. ആരാ ഏറ്റെടുക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ നിനക്ക് മുന്നേറ്റമുണ്ട്, ജോലിയിൽ നിനക്ക് മുന്നേറ്റമുണ്ട്, ശുശ്രൂഷയിൽ നിനക്ക് മുന്നേറ്റമുണ്ട്. ഇതുവരെ ഈ വഴി നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. ഓ കമാൻ, 2024 വരെ ഇതുവരെ ഈ വഴി നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലാത്ത പുതിയ വഴികൾ, പുതിയ വാതിലുകൾ, പുതിയ നന്മകൾ തന്ന്, കൃപ തന്ന് ദൈവം നിന്നെ നടത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം. പുതിയ കൃപ ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ്, പുതിയ കൃപ. രണ്ട് കാര്യം കൂടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. പുതിയ ബലം, പുതിയ ബലം. യെശയ്യാ 40 എല്ലാവർക്കും അറിയാം. യെശയ്യാ 40, 30, 31. യെശയ്യാ 40, 30, 31. യെശയ്യാ 40, 30, 31. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീട്. രണ്ടുപേരെ തൊട്ട് പറയാതെ, രണ്ടും എന്നിൽ നടക്കത്തില്ല. പെട്ടെന്ന് പറ. ക്ഷീണിക്കത്തുമില്ല, ഇടറി വീഴത്തുമില്ല. അത് രണ്ടും ആ കമ്പാർട്ട്മെന്റ് എനിക്കുള്ളതല്ല. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, നോവേ, എനിക്കുള്ളതല്ല. യൗവനക്കാർ ഇടറി വീഴും, നടക്കത്തില്ല. ഞാൻ ക്ഷീണിക്കത്തുമില്ല, ഞാൻ അത് ഇടറി പോകത്തുമില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ഒറ്റയെണ്ണം ക്ഷീണിച്ച് ഞാൻ കാണത്തില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഒറ്റയെണ്ണം താടിക്ക് കൈ കൊടുത്ത് ചോദ്യ ചിഹ്നം പോലെ ഇങ്ങനെ അതേ കുനിഞ്ഞിരിക്കുന്നത് ഞാൻ കാണത്തില്ല. കാരണം ഇതെല്ലാം കഴുകന്മാരാ. 2025 എലോഹീം കഴുകന്മാർ, എലോഹീം കഴുകന്മാർ, എൽ ഷഡായിയുടെ കഴുകന്മാർ, 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 ശുശ്രൂഷകന്മാർ, കഴുകന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, കഴുകന്മാർ, കഴുകന്മാർ, ദൈവത്തിന്റെ കഴുകന്മാർ. ഓ, കാത്തിരുന്ന ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. അനാന പറഞ്ഞു, സ്തോത്രം. 40 വർഷമാകുമ്പോൾ കഴുകൻ, സ്തോത്രം, വേണമെങ്കിൽ കഴുകന് ചാകാമെന്ന്, കഴുകന് മരിക്കാമെന്ന്. 40 വർഷമാകുമ്പോൾ കഴുകന് മരിക്കാമെന്ന്. പക്ഷെ ആ കഴുകൻ പറഞ്ഞു, സ്തോത്രം, ചാകാൻ എനിക്ക് പറ മക്കളെ. ഓ, ഇതാരെന്നാ കേട്ടത്? കമോൺ, ആരാ നിങ്ങളെ പഠിപ്പിച്ച? ചാകാൻ എനിക്ക്, തോൽക്കാൻ എനിക്ക്, യേശുവിൻ്റെ നാമത്തിൽ. കാരണം ക്രിസ്തുവിൻ്റെ മനസ്സാണെങ്കിൽ വേറെ പലതിനും എനിക്ക് മനസ്സില്ല. നാൽപ്പത് വയസ്സാകുമ്പോൾ ചാകുന്നവൻ ചാകട്ടെ, പക്ഷേ എനിക്കൊരു 30 വർഷത്തിന്റെ എക്സ്ട്രാ മൈലേജ് കൂടെ ഇതാ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു എക്സ്ട്രാ മൈലേജിന്റെ സർട്ടിഫിക്കറ്റ് ആരുടെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഇംപാർട്ട് ചെയ്യുകയാണ്. അറിയോ, കർത്താവ് തട്ടി എഴുന്നേൽപ്പിച്ചു പറയുന്നു, എഴുന്നേൽക്കാം, നിനക്ക് നീ ദൂരെ യാത്ര ചെയ്യാനുണ്ടല്ലോ. ഒരു എക്സ്ട്രായ്ക്ക് വേണ്ടി കഴുകൻ അതിനു വേണ്ടി കൂട്ടുകാരിൽ നിന്നെല്ലാം മാറി, സ്തോത്രം, കൊടുങ്കാട്ടിലേക്ക് പോയി. കഴുകൻ, സ്തോത്രം, തൻ്റെ പഴയ ചുണ്ടും പഴയ നഖവും എല്ലാം, സ്തോത്രം, പാറമേൽ ഒരസി, പഴയ ചുണ്ട് ഒരസി, പഴയ നഖം ഒരസി, അതിനെയെല്ലാം പൊട്ടിച്ചു കളയും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കഴുകൻ സ്റ്റോറിയാകുന്നു. കേട്ടിരിക്കുക. പഴയ ചുണ്ടും
പഴയ നഖങ്ങളും പാറമേലൊരസി സ്തോത്രം രക്തം പുറത്തേക്ക് വരും. ആ രക്തമെല്ലാം ഒലിപ്പിച്ച് പഴയ തൂവെള്ളെല്ലാം കുത്തി പൊളിച്ച് കളഞ്ഞ് കഴുകനിരിക്കുകയാണ്. ചുണ്ടിൽ രക്തം, 2 കാലിൽ രക്തം, ചിറകിൽ രക്തം, തൂവലിൻ്റെ ഒരംശമില്ല. ആരെയെല്ലാം നോക്കി, സുരേഷേ ഇത് പറക്കാൻ പോകുന്നു. ഞാൻ പറയും, ഞാൻ വട്ടനാ? ഇത് വിശ്വസിക്കാൻ ഞാൻ വട്ടനാ? ഇത് പറക്കാൻ പോകുന്നു സുരേഷേ? ഞാൻ ചോദിക്കും, സ്തോത്രം, ഞാനെന്നാ ഇത് വിശ്വസിക്കാൻ വട്ടനാ? ഞാൻ വിശ്വസിക്കത്തില്ല. നീ നന്നാകുമെന്ന് പലർക്കും വിശ്വാസമില്ല. നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇന്നലെ വരെ പലർക്കും വിശ്വാസമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, എന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്താൻ പോവാ. കുട്ടി, നന്നാകുമെങ്കിൽ നീയേ നന്നാകത്തുള്ളൂ. ഉയരുമെങ്കിൽ നീയേ ഉയരത്തുള്ളൂ. അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ നിനക്കേ ഉണ്ടാകത്തുള്ളൂ. യഹോവയെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ആ പ്രോസസ്സിലൂടെ പോയി മുറിവേറ്റ് രക്തമൊഴുകി കാത്തിരുന്നു. പഴയ തൂവലെല്ലാം പോയി കാത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അത് പട്ടിണി കിടന്ന് ചത്തുപോകത്തില്ലേ? നോ മക്കളെ, ആ ചത്തുപോകുന്ന സമയത്ത് ഫെലോഷിപ്പ് ആ കഴുകനെ പോഷിപ്പിക്കും. ഫെലോഷിപ്പ്, കൂട്ടായ്മ അതിനെ പോഷിപ്പിക്കും. കൂടെയുള്ള കഴുകന്മാർ അതിനെ പോഷിപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ വെച്ച് ഞാനിത് പറഞ്ഞപ്പോൾ ജോയ് ബ്രദർ കരഞ്ഞു. സ്തോത്രം, കാരണം ഞങ്ങൾക്കറിയാം എൻ്റെ കെമിസ്ട്രി എന്താണ്. എൻ്റെ കൂടെയുള്ള കഴുകന്മാർ അതിനെ പോഷിപ്പിക്കും. നിന്റെ കൂട്ടായ്മ വെളിപ്പെടുന്നത്, സ്തോത്രം, നല്ല കാലത്തല്ല. നിന്റെ കൂട്ടായ്മ വെളിപ്പെടുന്നത് നീ ഒറ്റപ്പെട്ട് മുറിവേറ്റ് തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ, അപ്പോഴാണ് നിന്റെ കൂട്ടായ്മ വെളിപ്പെടുന്നത്. പറക്കാൻ കഴിയാത്ത മൃഗവുമല്ല, പക്ഷിയുമല്ല, മൃഗവുമല്ല, അങ്ങനെ ഇരിക്കുന്നവനെ കൂട്ടായ്മ കൊണ്ടുവന്ന് പോഷിപ്പിക്കുക. കൂട്ടായ്മ അവന് ആഹാരം കൊടുക്കുക. അപ്പോഴിതാ തൂവലുകൾ മുളയ്ക്കുകയാണ്, ചിറകുകൾ വരികയാണ്. തൂവലുകൾ വന്നു, ചിറക് വന്നു, തൂവൽ വന്നു, ചിറക് വന്നു. പുള്ളിക്കിതാ ആ സ്തോത്രം മലയുടെ മണ്ടയിൽ, ആ പർവ്വതത്തിന് മുകളിൽ അദ്ദേഹം കാത്തിരിക്കുകയാണ്. ആരാണ്? മിസ്റ്റർ കഴുകൻ കാത്തിരിക്കുകയാണ്. അപ്പോഴിതാ ഒരു കാറ്റ് വരുന്ന ബാക്കി എല്ലാവരും കാറ്റിന് പേടിയാണ്. പക്ഷേ ഹീസ് എ സ്റ്റോം ലവറാണ്. അവൻ കാറ്റിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ ചിറക് വിടർത്തി ഗ്ലൈഡ് ചെയ്ത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കയറ്. കേട്ടിരിക്കല്ലേ, ഈ വർഷത്തിൻ്റെ 12 മാസത്തിലും ദൈവകൃപകൾ ഇത് സംഭവിപ്പാൻ പോകുകയാണ്. പുതിയ ഉയരങ്ങൾ നീ കീഴടക്കുവാൻ പോകുന്ന, ജീവിതത്തിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ ഉയരങ്ങൾ, സ്തോത്രം, നീ കീഴടക്കുവാൻ പോകുന്നു. ഇതാ ഞാൻ പുതിയ ചെയ്യുന്നു. സ്തോത്രം, നീയല്ല കുട്ടി പെർഫോം ചെയ്യുന്നത്, നീയല്ല വെളിപ്പെടുന്നത്. ക്രിസ്തു നിന്നിലൂടെ വെളിപ്പെടുകയാണ്. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ, യെസ്, ക്രിക്കറ്റ് എല്ലാവർക്കും ഇഷ്ടം. ഫുട്ബോൾ ഇഷ്ടമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഫുട്ബോൾ, അവരെ വിജയിക്കത്തുള്ളൂ. വെൽക്കം ടു ദ ക്ലബ്. ഫുട്ബോൾ കളി ഇങ്ങനെ നടന്നിട്ടിരിക്കുമ്പോൾ റഫറി ആ ഫീൽഡിൽ ഇങ്ങനെ, സ്തോത്രം, ആ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് ഇങ്ങനെ റഫറി ഇങ്ങനെ അസ്വസ്ഥനായി ഓടി നടക്കുക. നല്ല ബുദ്ധിമാനായ റഫറി. മക്കളെ, ഇപ്പം കേൾക്കുന്ന ഫുട്ബോൾ സ്റ്റോറിയാണ്, കേട്ടിരിക്കുക. സ്തോത്രം, റഫറി ഇങ്ങനെ സൈഡ് ലൈൻ വഴി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആ കളിക്കാരിൽ, തൻ്റെ ടീമിലുള്ള കളിക്കാരിൽ ആരാണ് ക്ഷീണിച്ചത്? കിതയ്ക്കുന്നവൻ, വേർത്തവൻ, ഓടാൻ വയ്യാത്തവൻ, ആരാണ് ഏറ്റവും ക്ഷീണിച്ചവൻ? റഫറി പെട്ടെന്ന്, സ്തോത്രം, സൈഡ് ലൈൻ റഫറിയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. ആ കോച്ച്, കോച്ച് ആ സൈഡ് ലൈനിലുള്ളതായ റഫറിയുടെ അടുക്കലേക്ക് കോച്ച് ഓടിപ്പോയി. ബുദ്ധിമാനായ കോച്ച് ഇപ്രകാരം പറയും, എൻ്റെ ആ കളിക്കാരനുണ്ട് കേട്ടോ, അവൻ പുറത്ത് വരണം, കാരണം അവൻ ക്ഷീണിച്ചിരിക്കുകയാണ്, അവൻ പുറത്ത് വരണം. അവൻ പുറത്ത് വരുമ്പോൾ, സ്തോത്രം, അതെ, ഏറ്റവും ബ്രില്യൻ്റായ കളിക്കാരൻ, സ്തോത്രം, ആ ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങിയാണ്. കേക്ക്, ആ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനത്തെ ചില മിനിറ്റ് ബോംബിടാൻ വേണ്ടി സൂക്ഷിക്കുന്നത് പോലെ
ഏറ്റവും ബെസ്റ്റ് കളിക്കാരനെ ബുദ്ധിമാനായ കോച്ച് മാറ്റിവെച്ചതാണ്. ശത്രുവിനെ, എതിരാളികളെ ഞെട്ടിപ്പിക്കാൻ. മേ ബി ഒരു റൊണാൾഡോ പോലെ ആയിരിക്കാം. അവൻ ഓടി ചെല്ലുന്നത് കണ്ടു, മിന്നൽ പോലെ ഓടുന്നത് കണ്ടു. വിത്തിൻ 2 minutes ഫസ്റ്റ് ഗോൾ പുള്ളി സ്കോർ ചെയ്തു. വീണ്ടും സ്തോത്രം, ആ ആരവാരം തീരുന്നതിന് മുമ്പ് സെക്കൻഡ് ഗോളും അവൻ സ്കോർ ചെയ്ത്. അർത്ഥം, ക്ഷീണിച്ചവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നു എങ്കിൽ, കിതയ്ക്കുന്നവർ ഇന്ന് പകൽ കേൾക്കുന്നു എങ്കിൽ, ഓടാൻ വയ്യ കർത്താവേ, ജീവിതം വയ്യ കർത്താവേ എന്ന് കിതയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിനക്ക് നല്ലൊരു കോച്ചുണ്ട്. അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നിന്റെ നല്ല കോച്ചാകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയും, മക്കളെ, യു കം ആൻഡ് യു ടേക്ക് റെസ്റ്റ്. നീ അല്പം റെസ്റ്റ് എടുത്തോ. ഇനിമേലാൽ നീ അല്ല യുദ്ധം ചെയ്യേണ്ടത്. നിനക്ക് വേണ്ടി ചാമ്പ്യൻ നിനക്ക് പകരം കളിക്കാൻ വേണ്ടി പോകുന്നു. എവിടത്തെ ചാമ്പ്യൻ? ദ ചാമ്പ്യൻ ഓഫ് കാൽവരിയിലെ ചാമ്പ്യൻ നിനക്ക് പകരമായി അവൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നു. നിന്റെ ടെക്നോ പാർക്കിൽ, നിന്റെ എയർപോർട്ടിൽ, നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ, നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മേലാൽ നിന്റെ ബുദ്ധിയല്ല, നിന്റെ കരുത്തല്ല, നിന്റെ ബലമല്ല, യേശു കർത്താവ് നിനക്ക് പകരം വെളിപ്പെടുവാൻ പോകുന്നു. യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കുക. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയര്. രണ്ടുപേരെ തൊട്ട് പറ, ഇനി മേലാൽ എനിക്ക് തോൽവിയില്ല. പറഞ്ഞാടെ, ഇനി മേലാൽ നിനക്ക് തോൽവിയില്ല. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, യേശു സ്തോത്രം സകലതും നിന്നിൽ പുതുതാക്കുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്, പുതിയ ഹൃദയമാണ്, പുതിയ പാട്ടാണ്, പുതിയ ആത്മാവാണ്, പുതിയ സ്തോത്രം ദൈവ കൃപയാണ്, പുതിയ ബലമാണ്. ഏഴാമതായി അവസാനമായി പുതിയ യെരൂശലേമായി. പുതിയ യെരൂശലേം മണവാളന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന. വെളിപ്പാട് പുസ്തകം 21:2 വായിക്കുമ്പോൾ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന 1400 മൈലാണ് അതിൻ്റെ സ്തോത്രം. മൈലാണ് അതിൻ്റെ അളവായി പറഞ്ഞിരിക്കുന്നത്. 1400 മൈല്, അർത്ഥം 2253.082 കിലോമീറ്റർ. നമുക്കിങ്ങനെ പറയാം, 2225 കിലോമീറ്റർ. നോക്കിയാട്ടെ, 2225 കിലോമീറ്റർ ഓരോ വശം നീളമുള്ള സമചതുരമായിരിക്കുന്ന, അല്ലെങ്കിൽ 1400 മൈൽ നീളമുള്ളതായ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. നിങ്ങൾ ചോദിക്കാം, അത് എവിടത്തെ അളവാ അങ്ങളെ? അത് എവിടത്തെ അളവാ? കേക്ക്, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നൈൽ നദി തുടങ്ങി യൂഫ്രട്ടീസ് തീരം വരെ ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ അളവാണ്. ഓ കം ഓൺ, ഹല്ലേലൂയ. ഹിസ്ബുള്ള കേട്ടാലും ഹമാസ് കേട്ടാലും ഐ വോണ്ട് കെയർ, കാരണം ഇത് ദൈവ വചനമാണ്. പുതിയ യെരൂശലേമിന്റെ അളവിൽ ഇതാ സ്തോത്രം മെശിഹ നിമിത്തം പുതിയ യെരൂശലേമിന്റെ അളവ് ഇതാ ഇറങ്ങി വരുന്നു. പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. 1400 മൈൽ നീളമുള്ളതായ ഒരു മഹാപട്ടണം അല്ല, വലിയൊരു രാജ്യം ഇറങ്ങി വരുന്നു. കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർ, യേശുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർ, ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവർ, ഹല്ലേലൂയ, ദൈവ സ്നേഹത്തിൽ നിറയപ്പെട്ടായിരിക്കുന്ന ദൈവത്തിന്റെ ജനം ആ പുതിയ യെരൂശലേമിൽ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്ന കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പറന്നു പോകും. ക്രിസ്തുവിനുള്ളവർ ഈ ലോകത്തിൽ നിന്ന് കാണാതെയാകും. ഈ വർഷം അത് നടന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, സമുദ്രമില്ലാത്ത, അതേ സ്തോത്രം രാത്രിയില്ലാത്ത ആ നിത്യതയുടെ ലോകത്തിലേക്ക് സഭ എടുത്തു കൊള്ളപ്പെടാറായി. സ്തോത്രം, പുതിയ യെരൂശലേം. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. പഴയ വർഷങ്ങളെ കാര്യങ്ങൾ മറന്നുകള. സംതിങ് ന്യൂ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ചെയ്തിട്ടില്ലാത്തത്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ പുതിയത് 2025 യേശു കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. 2 കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ.